എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാധാന്യമുള്ള, വളരെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള, എന്നാൽ ഒന്ന് നെറ്റി ചുളിക്കുന്ന ഒരു വാക്കാണ് ഡിവൈൻ ബ്ലെസ്സിങ് അല്ലെങ്കിൽ അനുഗ്രഹം എന്നൊരു വാക്ക്. എന്നാൽ നിങ്ങൾ മുൻവിധികളൊന്നും വേണ്ട. എഫദൈൻ ജീസസ് മിനിസ്ട്രീസിൽ റെഗുലറായി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് സംശയമുണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ആദ്യമായിട്ടോ മറ്റോ ഈ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ബ്ലെസ്സിങ് എന്നൊരു വാക്ക് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നൊരു വാക്കാണ്. അത് നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ എല്ലാ ദൈവമക്കൾക്കും ആഗ്രഹം ഉണ്ടെങ്കിലും ബ്ലെസ്സിങ് എന്നൊരു സബ്ജക്റ്റ് എടുത്ത് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് സംശയിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട. ബ്ലെസ്സിങ് എന്നൊരു വാക്ക് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ കാണാൻ കഴിയുന്ന ഒരു വാക്കാണ്. ദൈവം മനുഷ്യനെ പഠിപ്പിച്ച വാക്കാണ് ബ്ലെസ്സിങ്. എന്തുവാ? ദൈവം മനുഷ്യനോട് പറഞ്ഞ വാക്കാണ് ബ്ലെസ്സിങ്. മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചപ്പോഴല്ല, ദൈവം മനുഷ്യനോട് പറഞ്ഞ വാക്കാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നെ അനുഗ്രഹിക്കാവോ എന്ന് ഒരിക്കൽ പോലും മനുഷ്യൻ അതിനു മുന്നേ ചോദിച്ചതായിട്ട് കാണത്തില്ല. എന്നാൽ ദൈവം മനുഷ്യനോട് പറഞ്ഞ വാക്കാണ് അനുഗ്രഹിക്കും. ഞാൻ ദൈവാത്മാവിൽ ഈ ദൂത്, ഈ ആലോചന ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ വന്ന ഒരു സെൻറ്റൻസ് ആണത്. ദൈവം മനുഷ്യനോട് പറഞ്ഞ വാക്കാണ് ബ്ലെസ്സിങ്. പറഞ്ഞാട്ടെ, വാഗൊണ്ട് പറഞ്ഞാട്ടെ. ദൈവം മനുഷ്യനോട് പറഞ്ഞ വാക്കാണ് ബ്ലെസ്സിങ്. ഐ വിൽ ബ്ലെസ് യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. തീർന്നില്ല. ദൈവം മനുഷ്യനെ പെറ്റു പെരുകി സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവാൻ ദൈവം എന്തുവാ ചെയ്തത്? അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവത്തിങ്കൽ നിന്ന് മനുഷ്യനിലേക്ക് ആദ്യമായി വന്നത് എന്തുവാ? അനുഗ്രഹമാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നത് അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെവിടെ പോയി എന്ന് ഇന്ന് പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതെന്തിയെ ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ആ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ സ്വഭാവം, അനുഗ്രഹിക്കപ്പെട്ട ദൈവവുമായിട്ടുള്ള എൻ്റെ കൂട്ടായ്മ, ബന്ധം, ആ ഒരു കോണ്ടാക്റ്റ്, ആ ഒരു കണക്ഷൻ, അത് എവിടെ പോയി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ മീറ്റിങ്ങിനകത്തുണ്ടെങ്കിൽ ഞാൻ ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ ഞാൻ കൈമാറുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് അത് തിരികെ തരും. ദൈവാത്മാവ് അത് തിരികെ തരും. ആമേൻ. എൻ്റെ മേലുള്ള അനുഗ്രഹം യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിക്കും. എത്ര പേർക്ക് പറയാൻ പറ്റും? എൻ്റെ മേൽ ഉള്ള അനുഗ്രഹം യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വർദ്ധിക്കും. ആമേൻ. വർദ്ധിക്കും. എവിടെ നിന്ന് വർദ്ധിക്കും? ദീപ പാസ്റ്റർ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ വർദ്ധിക്കുവോ? ദീപ പാസ്റ്റർ ഇവിടെ നിന്ന് പറഞ്ഞാൽ വർദ്ധിക്കും. പക്ഷെ അതിന് മുന്നേ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യപ്പെടാനുണ്ട്. അതെന്തുവാന്ന് നോക്കിക്കഴിഞ്ഞാൽ, യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. എല്ലാ നല്ല ദാനം. എനിക്ക് ആ വാക്ക് വെച്ച് ഒരു കാര്യം വെട്ടാനുണ്ട്. എന്തുവാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതല്ലാത്തതൊന്നും കൊണ്ടുവരുന്നത് ദൈവമല്ല. പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, പലരും ദൈവത്തിന് കൊടുത്തിരിക്കുന്ന, ചാർത്തിയിരിക്കുന്ന ഒരു പേരാണ് ഈ ദുരിതം, ഈ കഷ്ടത, ഈ ബുദ്ധിമുട്ട്, ഈ രോഗം, ഈ അപകടം, ഈ അനർത്ഥം, ഈ കഷ്ടം, ഈ നഷ്ടം, ഈ ദാരിദ്ര്യം, ഇതൊക്കെ ദൈവം എനിക്ക് അനുവദിച്ചതാണ് എന്ന്. എന്നാൽ ശ്രദ്ധിക്കുക, യാക്കോബ് വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവ് അനുവാദം കൊടുത്തിരിക്കുന്നു ആ വാക്ക് ഈ വചനത്തിൽ, ബൈബിളിൽ എഴുതുവാൻ. അതിങ്ങനെയാണ്: എല്ലാ നല്ല ദാനവും ദാതാവ് നൽകുന്നതാണ് ദാനം. അങ്ങനെയാണെങ്കിൽ നല്ല ദാനം നൽകുന്ന ദാതാവ് ദൈവമാണ്.
അല്ലാത്ത ദോഷം, നല്ലതല്ലാത്ത ദാനം നൽകുന്ന ദാതാവ് ദൈവമല്ല. കാരണം വചനം പറയുന്നു, നല്ല ദാനം നൽകുന്ന ദാതാവ് ദൈവവും അവൻ വസിക്കുന്നത് ഉയരത്തിലുമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പിശാച് വസിക്കുന്നത് ഉയരത്തിലാണോ? അല്ല. സാത്താൻ സപ്ലൈ ചെയ്യുന്നത് ഉയരത്തിൽ നിന്നാണോ? അല്ല. സാത്താന്റെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഉയരത്തിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നതെല്ലാം നല്ലതാ. നിങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാവ് നല്ലതല്ലേ? നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ ഭാഷ നല്ലതല്ലേ? നിങ്ങൾ കാണുന്ന വെളിപ്പാടുകൾ നല്ലതല്ലേ? ഒരു വ്യക്തിയെ ആത്മീയമായി വളർത്തുന്ന തരത്തിലുള്ള വെളിപ്പാടുകൾ കാണുന്ന നല്ലതല്ലേ? ഒരു വ്യക്തിയെ ബൂസ്റ്റ് ചെയ്യുന്ന, ഒരു വ്യക്തിയെ പണിതെടുക്കുന്ന ഒരു പ്രവചന ശബ്ദം നിങ്ങളുടെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന നല്ലതല്ലേ? അതെല്ലാം നല്ലത് എന്ന് കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ സപ്ലൈ ആണ്. അത് ഭൂമിയിൽ നിന്നല്ല, അത് ഉയരത്തിൽ നിന്നാണ് വരിക. ഇനി രണ്ടാമത്തെ കാര്യം, നല്ലതല്ലാത്തത് സപ്ലൈ ചെയ്യുന്ന ദാതാവ് അത് ദൈവമല്ല, അത് വരുന്നത് ഉയരത്തിൽ നിന്നുമല്ല. കാരണം ഉയരത്തിലെ സ്ഥാനം തനിക്ക് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളാകുന്നു എന്ന് സാത്താൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ സിംഹാസനം പണിയണമെന്ന് ചിന്തിച്ചുവോ, അന്ന് അവൻ്റെ സ്ഥാനം സ്വർഗത്തിൽ നിന്നും വെട്ടി താഴെയിട്ടു. അവനെയും അവൻ്റെ അനുയായികളെയും സ്വർഗത്തിൽ നിന്ന് വെട്ടി താഴെയിട്ടു എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് നല്ലതല്ലാത്തതെല്ലാം സമ്മാനിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. എന്നാൽ ഇന്ന് എങ്ങനെ അതിനെ ജയിക്കാൻ കഴിയും? ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു ദൈവാലോചനയിൽ ഞാനത് കൈമാറുകയാണ്. നിങ്ങൾ ദൈവഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ ദൂത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ദൈവ കൃപയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ ആലോചന നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ഉയരത്തിൽ നിന്നുള്ള സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഉയരത്തിൽ നിന്നുള്ള ബ്ലെസ്സിങ്ങിൽ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഉയരത്തിലെ ആത്മാവിൽ വസിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഭൂമിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഉന്നതമാകുന്ന ഒരു സ്പിരിച്വൽ റാങ്കിങ് ഉണ്ട്. ഒന്നും കൂടെ നന്നായി പറഞ്ഞാൽ, നിങ്ങൾ ഉയർച്ചയിലാണ് നിൽക്കുന്നത്. ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിത സംബന്ധമായി ഒത്തിരി താഴ്ചയെക്കുറിച്ച് പറയാനുണ്ടാകും, ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയാനുണ്ടാകും, വേദനയെക്കുറിച്ചും നിരാശയെക്കുറിച്ചും ഒക്കെ പറയാനുണ്ടാകും. എങ്കിലും ഞാൻ നിങ്ങളുടെ സ്പിരിറ്റ് പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനും കൂടെ അടി കൂടുവാന്ന് വെച്ചോ, അല്ലെങ്കിൽ കബഡി കളിക്കുകയാന്ന് വെച്ചോ. കബഡി കളിക്കുകയാണ്. 5ാം ക്ലാസ്സിലെ പയ്യന്റെ ആരോഗ്യമായിരിക്കുമോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്റെ ഉയരമായിരിക്കുമോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ശരീരഘടന അങ്ങനെ ആയിരിക്കും? അല്ല. എല്ലാത്തിലും കൈയുടെ നീളം വ്യത്യാസം ഉണ്ടാവും, കാലിൻ്റെ നീളം വ്യത്യാസം ഉണ്ടാവും, അവൻ്റെ ശരീരത്തിൻ്റെ സ്റ്റാമിനയിൽ വ്യത്യാസം ഉണ്ടാവും, ഹെൽത്തിൽ വ്യത്യാസം ഉണ്ടാവും, അവൻ്റെ കാലിബറിൽ നല്ല വ്യത്യാസം ഉണ്ടാവും, എല്ലാത്തിലും നല്ല വ്യത്യാസം. അതുകൊണ്ട് തന്നെ എന്തോ ചെയ്യും, ഇവൻ എത്ര കരുത്തനാന്ന് പറഞ്ഞാലും ഇവൻ്റെ ഉയരം കൊണ്ട്, ഇവൻ്റെ ആരോഗ്യം കൊണ്ട്, ഇവൻ്റെ കരുത്തുകൊണ്ട് 5ാം ക്ലാസ്സിലെ പയ്യനെ കീഴ്പ്പെടുത്തും. അവൻ്റെ കാലെ പിടിച്ച് വലിച്ച് താഴെയിടും. ശരിയല്ലേ? കീഴ്പ്പെടുത്തും. ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് താഴ്ചയിൽ നിൽക്കുന്ന ഒരുത്തനെ തള്ളാൻ എളുപ്പമാണ്. ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് താഴ്ചയിൽ നിൽക്കുന്ന ഒരുത്തനെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. ഉയരമുള്ളൊരു വ്യക്തിക്ക് ഉയരം കുറഞ്ഞ ഒരു വ്യക്തിയെ ഉന്തി താഴേക്കിടാൻ ഭയങ്കര എളുപ്പമാണ്. ഉയരത്തിൽ നിന്ന് വരുന്നൊരു കയ്യെ തടുക്കാൻ ഭയങ്കര പാടാ. ഉയരം കുറഞ്ഞൊരു വ്യക്തിക്ക് പാടാം. ഉയരത്തിൽ നിന്ന് വരുന്നതിന് പവർ കൂടുതലായിരിക്കും. ഉയരത്തിൽ നിന്ന് വരുന്നതിന് പ്രഹരശേഷി കൂടുതലായിരിക്കും. ഉയരത്തിൽ നിന്ന് വരുന്നതിൻ്റെ ഫോഴ്സ് കൂടുതലായിരിക്കും. ഉയരത്തിൽ നിന്ന് വരുന്നതിൻ്റെ ശക്തി കൂടുതലായിരിക്കും. ഭാരം കൂടുതലായിരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഗോലിയാത്തിനെയും ദാവീദിനെയും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഞാനിപ്പോൾ പറയുന്ന ഉയരവും താഴ്ചയും വേറെയാ. ഉയരത്തിൽ നിൽക്കുന്ന ദൈവവും താഴ്ചയിലായിപ്പോയ വെട്ടേറ്റവനും. ദൈവത്തിൻ്റെ മക്കളെ എപ്പോഴും ദൈവം ബ്ലെസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ പുറമേ നോക്കി ഒരു ബ്ലെസ്സിങ്ങിനെ മെഷർ ചെയ്യരുത്. ദൈവം ആദ്യം ഒരു വ്യക്തിയെ ബ്ലെസ് ചെയ്ത് ഉയർത്തുന്നത് അവൻ്റെ സ്പിരിച്വൽ പൊസിഷൻ ആയിരിക്കും. നമ്പർ 1. ആദ്യമേ കയറി സമ്പന്നത, കാറ്, വീട്, ബംഗ്ലാവ്,
പേര്, പ്രശസ്തി, ഇതിലൊക്കെ ഒന്നും നിങ്ങൾ മെഷർ ചെയ്യരുത്. അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കരമായിട്ട് ഒരു 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 ചർച്ചാ വിഷയമാണ് ഈ ബ്ലെസ്സിങ് എന്ന്. കാരണം പറഞ്ഞ് പഠിപ്പിച്ച് കുളമാക്കി ഇട്ടേക്കുന്ന ഒരു വാക്കാണ് ബ്ലെസ്സിങ്. പറഞ്ഞ് പഠിപ്പിച്ച് കുളമാക്കി ഇട്ടേക്കുന്ന, നല്ല രീതിയിൽ ടീച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറയുന്നവരുണ്ട്. അത് കുളമാക്കി ഇട്ടിരിക്കുന്ന, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു പ്രൊജുഡിസ്ഡ് മൈൻഡോടുകൂടെ മാത്രം ഈ ബ്ലെസ്സിങ് എന്നൊരു വാക്കിനെ കാണേണ്ട ഒരു കാലഘട്ടമായിപ്പോൾ എന്തോ ചെയ്യാൻ നോക്കും. പക്ഷെ ബൈബിളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാക്കാണ് ബ്ലെസ്സിങ്. ഈ പുസ്തകം തന്നെ ബുക്ക് ഓഫ് ബ്ലെസ്സിങ് ആണിത്. ബുക്ക് ഓഫ് ബ്ലെസ്സിങ്, അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ് ബൈബിൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം ഒരു വ്യക്തി, നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനും ഇന്നുള്ള അനുഗ്രഹമല്ല, അടുത്ത ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ഉയരാൻ ആഗ്രഹിച്ചിരിക്കുന്നു. എല്ലാ രീതിയിലും ആത്മീയമായി, സാമ്പത്തികമായി, ആരോഗ്യപരമായി, എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ട്? ദൈവം ആദ്യം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ്. എന്താണ് ഡിവൈൻ ബ്ലെസ്സിങ് എന്നൊരു വാക്ക് പറഞ്ഞതിന് ശേഷം എങ്ങനെ നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളത് പറഞ്ഞു തരും. ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുമതി പ്ലസ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്ലസ് ദൈവത്തിൻ്റെ ഉദ്ദേശം ഈസ് ഈക്വൽ ടു ഡിവൈൻ ബ്ലെസ്സിങ്. ദൈവത്തിൻ്റെ അനുമതി പ്ലസ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്ലസ് ദൈവത്തിൻ്റെ ഉദ്ദേശം ഈസ് ഈക്വൽ ടു ഡിവൈൻ ബ്ലെസ്സിങ്. സ്വർഗീയ അനുഗ്രഹം, ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ദൈവം അപ്രൂവ് ചെയ്ത ഒരു വ്യക്തി, ഒരു ദൈവം അനുവദിച്ച ഒരു വ്യക്തിയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഈ വേലയ്ക്ക്, ഈ അനുഗ്രഹത്തിന് ഇവൻ കൊള്ളാം, ഒരു ഡിവൈൻ അപ്രൂവലുള്ള ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കും. പ്ലസ് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പകരും. എന്തിന്? ദൈവിക ഉദ്ദേശം അവനിലൂടെ ദൈവത്തിൻ്റെ ഇതര സൃഷ്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. നിങ്ങൾ ആദ്യം എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം ഭൂമിയിൽ വെള്ളം ഉണ്ടാക്കിയത്, ദൈവം ഭൂമിയിൽ വെള്ളം കൊണ്ടുവന്നത് അല്ലെങ്കിൽ വെള്ളം ഉണ്ടാക്കിയത് എവിടെയെങ്കിലും കെട്ടിക്കിടക്കാനല്ല, പല കുഴലുകളിലൂടെ നിങ്ങളുടെ വീടുകളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഒരു കുഴി കുഴിച്ചിട്ടിട്ട് അവിടെ കിടന്നാൽ പോരെ? വേണ്ട, എല്ലാവരും കാസർഗോഡ് നിന്നും വെള്ളം കോരാൻ തിരുവനന്തപുരത്ത് വരണം, കൊല്ലത്തുനിന്നും വെള്ളം എടുക്കാൻ തിരുവനന്തപുരത്ത് വരണോ എന്നുള്ള അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കിയേ. അല്ല, ദൈവം ഒരിടത്ത് ഒന്നിനെ ഉരുവാക്കിയത് അവിടെ നിന്ന് പല ശാഖകളായി തിരിഞ്ഞ് പലയിടത്തേക്ക് ആ സർവീസ് എത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടെ ക്ലിയർ ആക്കിയാൽ നന്നായിരിക്കും. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതും നിങ്ങളെ അനുഗ്രഹിച്ചതും അത് ഏത് രീതിയിലും ആകട്ടെ, നിങ്ങളൊരു ആത്മീയ അനുഗ്രഹമുള്ള വ്യക്തിയായിരിക്കാം, ആത്മീയ അനുഗ്രഹവും സാമ്പത്തിക അനുഗ്രഹവും കൂടെ നേടിയൊരു വ്യക്തിയായിരിക്കാം, ആത്മീയ അനുഗ്രഹവും സാമ്പത്തിക അനുഗ്രഹവും ആരോഗ്യത്തിലും വളരെയേറെ പുഷ്ടിയുള്ളൊരു വ്യക്തിയായിരിക്കാം. എന്തിന് നിങ്ങളെ ദൈവം അങ്ങനെ ആക്കി? നിങ്ങൾ എന്ന വ്യക്തിയിലൂടെ ആ നൽകപ്പെട്ടതിനെ 4 ദിശകളിലേക്കും എത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ ആരോഗ്യം പ്രാർത്ഥനയായി ഒരു വ്യക്തികളിലേക്ക് എത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ ആത്മീയ അഭിഷേകം വിടുതലായും ശക്തിയായും പ്രചോദനമായും മറ്റൊരു തളർന്നവനിലേക്ക് എത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ സാമ്പത്തിക അനുഗ്രഹം നിങ്ങളുടെ കരങ്ങളിലൂടെ ആവശ്യക്കാരിലേക്ക് എത്താൻ വേണ്ടി. പ്രൈസ് ദ ലോർഡ്. ദൈവം ഒരിടത്ത് വെള്ളം കുഴിച്ചത് പല കുഴലുകളിലൂടെ ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് പോലെ, വെള്ളത്തിൻ്റെ ഉറവയിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് പോലെ, ദൈവത്തിൻ്റെ അനുമതി പ്ലസ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്ലസ് ദൈവിക ഉദ്ദേശം ഈസ് ഈക്വൽ ടു ഡിവൈൻ ബ്ലെസ്സിങ്. ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് കേവലം പണമല്ല, അത് കേവലം ഒരു ആരോഗ്യം മാത്രമല്ല, അതൊരു വിജയം മാത്രമല്ല, അതൊരു ഡിവൈൻ പർപ്പസ് കൂടെയാണ്. ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത് ഡിവൈൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിൽ ഇന്ന് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്ന് നിങ്ങളിന്ന് തീരുമാനിക്കണം. നിങ്ങൾ ഇന്ന് അങ്ങനെ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്ങിലാണ് പാസ്റ്റർ, ഞാൻ അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ, നിങ്ങൾ എന്ന വ്യക്തിയിൽ കുഴിച്ച വെള്ളം അതെന്ത് തന്നെയാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
അത് അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നെങ്കിൽ ഞാൻ ഇന്നൊരു ഡിവൈൻ ബ്ലെസ്സിങ് മോഡിലാണെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ മാത്രം അതിൽ നിന്ന് കോരുന്നു, നിങ്ങൾ കുടിക്കുന്നു, നിങ്ങൾ വീണ്ടും അത് ഊറുന്നു, നിങ്ങൾ കുടിക്കുന്നു. അതൊരു ഡിവൈൻ ബ്ലെസ്സിങ് അല്ല. നിങ്ങളിൽ നിന്നത് ഒഴുകുന്നുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണ്. ഈ ഓൺലൈനിലൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭൂതങ്ങൾ അലറുന്നൊരവസ്ഥയുണ്ട്. ഓൺലൈനിലൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, വീഡിയോ കോളിലൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭൂതങ്ങൾ വിട്ടുപോകുന്ന അവസ്ഥ. അത് ഒരുവനിൽ നിറഞ്ഞിരിക്കുന്ന അഭിഷേകം ഒഴുകുന്നതിൻ്റെ സൈനാണ്. അത് എന്നിൽ തന്നെ കെട്ടിക്കിടന്നാലോ, അല്ലെങ്കിൽ അതൊരു ശുശ്രൂഷകനിൽ തന്നെ കെട്ടിക്കിടന്നാലോ ആർക്ക് പ്രയോജനം? ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു, ഞാൻ എല്ലാം ആമേൻ പറയുന്നു, ഞാൻ എല്ലാം സ്തോത്രം പറയുന്നു, ആർക്ക് പ്രയോജനം? എനിക്ക് പോലും പ്രയോജനമില്ല എന്നുള്ളതാണ് സത്യം. എന്നിലുള്ളത് ഒഴുകിയാലേ പ്രയോജനം. പുതിയത് നിറയണമെങ്കിൽ ഒഴുകണം. പിടികിട്ടുന്നുണ്ടോ? പുതിയത് വരണമെങ്കിൽ ഒഴുകണം. പുതിയ സ്റ്റോക്ക് അവിടെ നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കണം. കഴിഞ്ഞ ദിവസം ഇച്ചിരി വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഞങ്ങളുടേത്. അപ്പോൾ തൊട്ട് അപ്പുറത്തെ വീട്ടിലെ വെള്ളം വറ്റിപ്പോയി. അപ്പോൾ വെള്ളം വറ്റിപ്പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 കണക്ഷനും ഉണ്ട്. കിണറും ഉണ്ട്, വാട്ടർ കണക്ഷനും ഉണ്ട്, പൈപ്പിൻ്റെ കണക്ഷനും ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പാറയുള്ള സ്ഥലമായതുകൊണ്ട് ഞങ്ങളുടെ കിണർ ഒരു പരിധി വരെ കുഴിഞ്ഞു. പിന്നെ താഴെ പാറ ആയതുകൊണ്ട് പിന്നെ മരുന്ന് വെച്ച് പൊട്ടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന വെള്ളം പരിമിതമാണ്. അത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ആ ആവശ്യത്തിന് കഷ്ടി തികയത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പൈപ്പ് കണക്ഷൻ കൂടെ എടുത്തു. അപ്പോൾ പൈപ്പ് കണക്ഷൻ എടുത്തപ്പോൾ 3 ദിവസത്തിലൊരിക്കൽ വെള്ളം വരും. ബാക്കി വെള്ളം ടാങ്കിൽ കയറി കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് ദൈവകൃപയാൽ ബുദ്ധിമുട്ടില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾ ഈ കിണറിൽ നിന്ന് അടിക്കുകയും ചെയ്യും. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ കിണറില്ല, വാട്ടർ കണക്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെ അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് വെള്ളം 1-2 ദിവസത്തിനകത്ത് തീരും. അപ്പോൾ അന്നേരം ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടുന്ന് പമ്പ് ചെയ്ത് ഓസിലൂടെ അപ്പുറത്തേക്ക് കൊടുക്കും, വലിയ ഓസിലൂടെ അപ്പുറത്തേക്ക് കൊടുക്കും. അവരുടെ ടാങ്കിലേക്ക് അവരത് ഫില്ല് ചെയ്യും. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ സന്തോഷം. ഒന്ന്, ഈ കെട്ടിക്കിടക്കുന്നതിനേക്കാൾ വല്ലവർക്കും പ്രയോജനപ്പെടുന്നതാണ് ബെനിഫിറ്റ്, സന്തോഷം. അപ്പോൾ 2-3 ദിവസം കൊണ്ട് അവർ വെള്ളം ചോദിക്കുന്നില്ല. കാര്യം എന്താ? അവിടെ വെള്ളമുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒന്നിങ്ങനെ കിണറിലേക്ക് എത്തി നോക്കിയ സമയത്ത് ആ വെള്ളത്തിൻ്റെ മുകളിൽ മുഴുവൻ ഇങ്ങനെ പാട പോലെ എന്തോ കെട്ടിക്കിടക്കുക, പാട പോലെ. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. ഈ വെള്ളം എപ്പോഴും തെളിഞ്ഞ് കാണണം. എനിക്ക് ഇച്ചിരി സ്വഭാവത്തിലൊക്കെ ഇച്ചിരി ഒരു പ്രത്യേക ടൈപ്പാണ് ഞാൻ. നല്ല സ്വഭാവമാണ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. പ്രത്യേക ടൈപ്പ് എന്ന് പറഞ്ഞാൽ മോശമാണെന്നല്ല. അപ്പോൾ ഈ വെള്ളം പാട പോലെ കെട്ടിക്കിടക്കുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ആവശ്യത്തിന് തന്നെ എടുത്തു കഴിഞ്ഞാലും അത്ര സുഖമല്ല. വെള്ളം അങ്ങനെ പാട പോലെ കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അതിൻ്റെ പുറത്തൊക്കെ വന്ന് വീഴുകയോ എന്തോ സംതിങ് എന്തായാലും പ്യുവർ അല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിച്ചു, ഈ വെള്ളം ആവശ്യക്കാരിലേക്ക് പോയി എന്നുണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ കെട്ടിക്കിടന്ന് മലിനത പോലെ കാണത്തില്ല. തെളിഞ്ഞ വെള്ളം, എപ്പോൾ ആ കിണറിലേക്ക് നോക്കിയാൽ തെളിഞ്ഞ വെള്ളം ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ 2-3 ദിവസം അത് ഉപയോഗിക്കാണ്ട് വന്നപ്പോൾ ഊറിയ വെള്ളം മുഴുവനും കൂടെ കെട്ടിക്കിടന്നിട്ട് മുകളിൽ മുഴുവൻ പാട കെട്ടിക്കിടക്കുക. തന്നെയല്ല, ആ ശേഷിക്കപ്പുറം പിന്നെ അങ്ങോട്ട് വെള്ളം അതിനെ പുറത്തേക്ക് കൊണ്ടുവരുവാനും വയ്യ. ഈ വെള്ളം പോയാലേ അടുത്തത് പാറ പിന്നെ വെള്ളം ഒഴുക്കത്തുള്ളൂ. എൻ്റെ കിണർ നിറയ്ക്കത്തില്ല. ഞാൻ വെള്ളം കൊടുത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കിണർ നിറഞ്ഞ് കവിയത്തില്ല. ഈ നിൽക്കുന്ന വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടടാ പല 3-4 ഉറവകളിൽ നിന്ന് കുടുകുടുകുടുകുടാ വെള്ളം ഒഴുകി വരുന്നത് കാണാം. പക്ഷേ ഈ നിൽക്കുന്ന സ്ഥാനത്ത് തന്നെ നിൽക്കുക, പിന്നെ വെള്ളം ഒഴുക്കുന്നുമില്ല. ദൈവകൃപയാൽ അന്ന് വൈകുന്നേരം ആയപ്പം അവൻ്റെ വീട്ടിലെ വെള്ളം തീർന്നു. അപ്പോൾ എന്നോട് ചേട്ടാ ഇച്ചിരി വെള്ളം പമ്പ് ചെയ്യാവോ? എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു ആദ്യത്തെ വെള്ളം ഇച്ചിരി അടിച്ച് കളഞ്ഞേക്കണം, മുകളിൽ ഇച്ചിരി ഇങ്ങനെ ഒരു കലങ്ങൽ പോലെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അവൻ അടിച്ച് കളഞ്ഞു, വെള്ളം അവരുപയോഗിച്ചു. അന്നേരം നോക്കിയപ്പോൾ പിന്നെ വേണ്ടടാ വീണ്ടും വെള്ളം ഊറി വരുന്നു. ഞാൻ ചിന്തിച്ച കാര്യം, കൊടുക്കേണ്ട വെള്ളം കിടക്കട്ടെ, പെരുകട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ഒന്ന്, കിടക്കുന്ന വെള്ളം മഹാമലിനവും നാറ്റവുമായി തീരും. 2, നിറഞ്ഞെങ്കിലും വേണ്ടുകയില്ല, പിന്നെ ആ ഉറവ ചുരത്തത്തുമില്ല, പിന്നെ ആ ഉറവ പുറപ്പെടുവിക്കത്തില്ല. വെള്ളം കൊടുത്തതും പുതിയ വെള്ളം അതിനകത്ത് നിറയാൻ തുടങ്ങി. ഞാൻ ഇന്നലെയും കൂടെ നോക്കി, നല്ല തെളിഞ്ഞ വെള്ളം. പിടികിട്ടിയോ? അഭിഷേകമാണെങ്കിലും കൃപാവരങ്ങളാണെങ്കിലും സ്നേഹമാണെങ്കിലും സഹായങ്ങളാണെങ്കിലും സമ്പത്താണെങ്കിലും എല്ലാം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ തുരുമ്പിക്കും. നിങ്ങളൊരു 5 ദിവസം അന്യഭാഷയിലോ, അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാതിരിക്കൂ. നിങ്ങളൊരു 5 ദിവസം മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കൂ. 6ാമത്തെ ദിവസം നിങ്ങൾ തുഴയുന്നത് കാണാം. എനിക്ക് തൊണ്ട വയ്യാഞ്ഞിട്ട്
ഈ പറയുന്ന എല്ലാം പറയണമല്ലോ. എനിക്ക് ഇതൊക്കെ ഞാൻ സംസാരിക്കുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ, എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. തൊണ്ട വയ്യാതെ എനിക്കൊരു സമയത്ത് ഇടയ്ക്ക് ഈ കണ്ടിന്യൂസ് പ്രീച്ചിങ്ങും, പ്രത്യേകിച്ച് നമ്മുടെ 21 days 41 days ഒക്കെ പ്രെയർ ആകുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി രാവിലെ വൈകുന്നേരം രാത്രിയൊക്കെ നമുക്ക് ഈ പ്രെയർ നടക്കുന്ന സമയത്ത് തൊണ്ട എനിക്ക് ബുദ്ധിമുട്ട് വരും, ത്രോട്ട് ഇഷ്യൂ വരും. അപ്പോൾ എത്ര തന്നെ നമ്മൾ ഗാർഗിൾ ചെയ്താലും ചൂടുവെള്ളം കുടിച്ചാലും ഒന്നും ശരിയാകും, കാരണം കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ, സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വയ്യ. പ്രാർത്ഥന എപ്പോഴാണെന്ന് ചോദിച്ചാൽ അന്ന് ലൈവ് നടത്തുന്ന സമയത്തും രാത്രി അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സമയത്തും ഒക്കെ വളരെ കഷ്ടപ്പെട്ട പ്രാർത്ഥിക്കും. കാരണം തൊണ്ടയ്ക്കിൽ ബ്ലേഡ് വെച്ചതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും. സംസാരിക്കുമ്പോൾ അങ്ങ് പെയിനാണ്. 2 ദിവസം സത്യമായിട്ട് പ്രാർത്ഥിച്ചില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ ഒരു ദിവസം ഞാൻ നമ്മുടെ ടീമിലുള്ള ഒരാളെ ഞാൻ പ്രാർത്ഥന ഏൽപ്പിക്കുകയും ചെയ്തു. ടങ്സ് പ്രെയർ കണ്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ ഏൽപ്പിക്കുകയും ചെയ്തു. എനിക്ക് തീരെ വയ്യായിരുന്നിട്ട്. പക്ഷെ 3-ാമത്തെ ദിവസം ഞാൻ തുഴയാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ. അറിയാവോ നിങ്ങൾക്ക്? 3-ാമത്തെ ദിവസം വായിലേക്ക് വരുന്നില്ല. ഇവിടെ ഉണ്ട് പ്രാർത്ഥന, ഉള്ളിലുണ്ട് പ്രാർത്ഥന, ഉള്ളിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് വായിലേക്ക് വരുന്നില്ല. ദൈവം തരുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, ആത്മാവിൽ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അതൊരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ്. ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട്, ഞാനത് പുറപ്പെടുവിക്കാത്തത് കൊണ്ട് എൻ്റെ വായിക്ക് പോലും അത് മറന്നുപോയി. എൻ്റെ നാവിന് ആ ഭാഷ മറന്നുപോയി. നാവല്ല ആ ഭാഷ പുറപ്പെടുവിക്കുന്നത്, എങ്കിലും നാവിലേക്ക് അത് വരാതെ വണ്ണം അവിടെ ഒരു മറ പിടികിട്ടുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ഞാൻ എന്തോ പറയുന്നത് നിങ്ങളൊന്ന് സ്പിരിറ്റിൽ ഇങ്ങനെ വിവേചിച്ചെടുക്കണം. ഹല്ലേലൂയ. സോ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപകൾ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബ്ലെസ്സിങ്, നിങ്ങളത് യൂസ് ചെയ്താലേ, അതിനകത്തൊരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലേ ആക്റ്റീവായിരിക്കത്തുള്ളൂ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ തന്നെ ഒരു സമയം വരെ ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ ഡെഡായി പോവും. ഓട്ടോമാറ്റിക്കലി അത് ഡെഡായി പോവും. പിന്നെ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തു വേണം ആ അക്കൗണ്ടിന് ജീവൻ വെപ്പിച്ചെടുക്കാൻ. മരവിച്ചു പോവും. പിന്നെ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തു വേണം ആ അക്കൗണ്ട് പിന്നെ ജീവൻ വെപ്പിച്ചെടുക്കാൻ. എന്നതുപോലെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപകൾ, ഗിഫ്റ്റ്, ബ്ലെസ്സിങ്സ്, അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ മരവിക്കും. ബന്ധങ്ങൾ ഒരു പരിധി വരെ നമ്മൾ കണക്ഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ബന്ധങ്ങൾ മരവിക്കും. അതുകൊണ്ട് ചില ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ഹലോ സുഖമാണോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് അറിയായിരിക്കും. അവരുടെ കോൾ വരുമ്പോൾ നമുക്കറിയാം എന്തോ കാര്യസാധ്യമുണ്ട്, അതുകൊണ്ടാണ് വിളിക്കുക. അപ്പോൾ അന്ന് വിളിച്ചിട്ട് ഭയങ്കര അന്വേഷണമായിരിക്കും, ഭയങ്കര സുഖകരമായി, ഭയങ്കര കഴിച്ചോ കുടിച്ചോ ചോദ്യമായിരിക്കും. കുഞ്ഞുങ്ങൾ എന്തിയെ, പാസ്റ്റർ എന്തിയെ, അവിടെ എന്തിയെ, ഇവിടെ എന്തിയെന്ന് ചോദിച്ച് ഇതായിരിക്കും, ഒക്കെ ആയിരിക്കും. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ പറയണം, ആദ്യം നിങ്ങൾ സബ്ജക്റ്റിലേക്ക് വരൂ എന്ന് പറയണം. കുറേ സമയം ലാഭമായിരിക്കും. കാര്യം അവർക്ക് എന്തോ കാര്യം നടത്തിയെടുക്കാനുണ്ട്. കാര്യം എന്താ? ആ ബന്ധം മരവിച്ച ബന്ധമായോണ്ട, ആ ബന്ധം ജീവനില്ലാത്ത ബന്ധമായോണ്ട. ജീവൻ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം. കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ബലവും കൊടുപ്പിൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കിടപ്പുണ്ട്. ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് ഭൂമിയിൽ നിന്ന് യഹോവയ്ക്ക് മഹത്വവും ബലവും കൊടുപ്പീൻ. ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാം ഇങ്ങനെയാണ് നിൽക്കുന്നത്. കാര്യം എന്താ? എല്ലാം മുകളിൽ നിന്ന് മേടിക്കാനായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു മോഡായിപ്പോയി, നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റമായിപ്പോയി. നമുക്ക് ആരെയും കുറ്റം പറയാനൊക്കത്തില്ല. പക്ഷെ വചനം വായിച്ചു കഴിഞ്ഞാൽ കൊടുപ്പീൻ എന്ന്, ഭൂമിയിൽ നിന്ന് കൊടുപ്പീൻ എന്ന് വചനം പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ദൈവത്തിന് മഹത്വവും ബലവും കൊടുപ്പീൻ. ഒരു ട്രാൻസാക്ഷൻ ഭൂമിയിലുള്ള ഒരു മനുഷ്യനിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിന്ന് അടുത്തൊരു ട്രാൻസാക്ഷൻ ഭൂമിയിലേക്ക് വരാൻ നിയമപരമായി സാധ്യതയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്കിപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് എനിക്ക് ആ റെഫറൻസ് മറന്നുപോയി. ബൈബിളിൽ അങ്ങനെ ഒരു സങ്കീർത്തന ഭാഗങ്ങളിൽ അങ്ങനെ കിടപ്പുണ്ട്, കൊടുപ്പീൻ, ദൈവത്തിൻ്റെ ജനമായുള്ളവയെ കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ബലവും സ്തുതിയും കൊടുപ്പീൻ. അപ്പോൾ കൊടുക്കണമെങ്കിൽ എന്തോ വേണം? ട്രാൻസാക്ഷൻ നടക്കണം. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കുമുള്ള കൈമാറ്റമാണ്
ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ഞാൻ വാങ്ങിക്കെട്ടി വെച്ചേക്കുന്ന കാര്യമല്ല, എങ്കിൽ നിന്ന് കൊടുക്കാനുള്ളത് എൻ്റെ അപ്പായിക്കും, അപ്പായിങ്കിൽ നിന്ന് സ്വീകരിക്കാനുള്ളത് എങ്കിലേക്കും വരുമ്പോഴാണ് ആരോഗ്യകരമാകുന്ന ഒരു ബന്ധം എനിക്കും എൻ്റെ അപ്പായിക്കും ഇടയിലുള്ളത്, നമുക്കും നമ്മുടെ ദൈവത്തിനും ഇടയിൽ ഉള്ളത്. അപ്പോൾ ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുമതി. ഏത് ദൈവവചനപ്രകാരമുള്ള ഏത് കാര്യങ്ങൾക്കും ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കുന്ന അനുമതി പ്ലസ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈ സാന്നിധ്യം എന്തിനാണ്? ദൈവം അനുവദിക്കുന്ന ഏത് കാര്യങ്ങൾക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പ്ലസ് ദൈവത്തിൻ്റെ ഉദ്ദേശം ഈസ് ഈക്വൽ ടു ഡിവൈൻ ബ്ലെസ്സിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് ഡിവൈൻ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഇന്ന് ദൈവം ഈ നിമിഷം നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നൊരു നിമിഷമായിരിക്കും. ആ ഡിവൈൻ ബ്ലെസ്സിങ്ങിലേക്ക് ഇന്ന് നിങ്ങളെ പലരെയും പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനൊരു ബ്ലെസ്സിങ്ങിലേക്ക് പരിശുദ്ധാത്മാവ് അങ്ങനൊരു ബ്ലെസ്സിങ് വേണം. അങ്ങനൊരു ബ്ലെസ്സിങ് വേണം. അങ്ങനൊരു ബ്ലെസ്സിങ് വേണ്ടേ? അങ്ങനൊരു ബ്ലെസ്സിങ് വേണം. ആ ഒരു ബ്ലെസ്സിങ്ങിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ താല്പര്യമുണ്ടോ? യേശുവിൻ്റെ നമ്മൾ ഒരു നിമിഷം മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് മുടക്കി വെച്ചതിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞേ. എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് മുടക്കി വെച്ചതിനെ, ഞാനായിട്ട് പെൻഡിങ് ഇട്ടേക്കുന്നതിനെ, ഞാനായിട്ട് കൊടുക്കാതിരിക്കുന്നതിനെ, ഞാനായിട്ട് വിലക്കി വെച്ചേക്കുന്നതിനെ, ഞാൻ തന്നെ വേണ്ട എന്ന് പറഞ്ഞേക്കുന്നതിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു എന്ന് പറയുക. നിങ്ങളുടെ പ്രയർ ഒരു വ്യക്തിക്ക് പോകാതെ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക. നിങ്ങളുടെ കരങ്ങളിലൂടെ ഒരു നന്മ പോകാനുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സുകൊണ്ട് എവിടെയെങ്കിലും റിലീസ് ആകാനുണ്ടെങ്കിൽ, അങ്ങനെയുണ്ട്, മനസ്സുകൊണ്ട് റിലീസ് ആകാനുണ്ടെങ്കിൽ, മനസ്സുകൊണ്ടുള്ള ബ്ലോക്കാണ് ഏറ്റവും വലിയ ബ്ലോക്ക്. ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ പോലും വിടുതൽ വരികയില്ല എന്നുള്ളതാണ് മഹാസത്യം. കാരണം മനസ്സുകൊണ്ട് റിലീസ് ചെയ്യണമെങ്കിൽ അത് ഞാൻ തീരുമാനിക്കണം. ഒരാൾ വന്ന് എൻ്റെ തലക്കിട്ട് ഉന്തിയും തള്ളിയിട്ട് ഇവൻ ആക്ടിവേറ്റ് ആകട്ടെ, ഇവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവൻ ഉയരട്ടെ, വളരട്ടെ, ആദ്യം ഞാൻ എൻ്റെ മെൻ്റൽ ബ്ലോക്കേജ് മാറണം. മെൻ്റൽ ബ്ലോക്കേജിൽ നിന്ന് ഞാൻ പുറത്തു വരണം. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിലത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മനസ്സിനകത്ത് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ചിലതിനെ ഇങ്ങനെ വിലക്കി വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്ത് കൊടുത്താലേ അദ്ദേഹം ഉന്തുന്നതിലും തള്ളുന്നതിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പം മനസ്സുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ റിലീസാകാനുണ്ടെങ്കിൽ റിലീസാകുക. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളൊന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് പ്രിയപ്പെട്ടവരൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, നോക്കിക്കേ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാകും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശമിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എക്സ്ക്യൂസ് മീ, ഒറ്റ ചോദ്യം അബ്രഹാം ദൈവത്തോട് ചോദിച്ചോ, എന്നെ ഒന്ന് അനുഗ്രഹിച്ചേക്കാവോ എന്ന്? ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്ന ആളാണ്, വിശ്വസിക്കുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളും കൂടെയാണ് ഞാൻ. എൻ്റെ ചോദ്യം ഒറ്റ വാക്ക്, ഒരൊറ്റ സിംഗിൾ പ്രയറെങ്കിലും അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചോ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ, അവിടുന്ന് എന്നെ ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ വായ് കൊണ്ട് ഈ ഒറ്റ വാക്യത്തിൽ മാത്രം, നിങ്ങൾ ഈ 2-ാമത്തെ വാക്യം മാത്രം നോക്കിക്കേ, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഈ ഇത്രയും വാക്യത്തിൽ മാത്രം 4 പ്രാവശ്യം ദൈവം അനുഗ്രഹം എന്നൊരു വാക്ക് ദൈവത്തിൻ്റെ വാക്കുണ്ട്, യഹോവയുടെ വായ് കൊണ്ട് പ്രസ്താവിച്ച വാക്കാണ് അനുഗ്രഹിക്കും, അനുഗ്രഹം, അനുഗ്രഹിക്കും, അനുഗ്രഹം. എൻ്റെ ചോദ്യം, അബ്രഹാം ദൈവത്തോട് ചോദിച്ചോ? ഇല്ല. പക്ഷെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു ക്യാരക്ടറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെയിലി റുട്ടീനായിരുന്നു, ദൈവത്തിനു വേണ്ടി യാഗം കഴിക്കുക എന്നുള്ളത്. അപ്പം യാഗം കഴിക്കുന്നത് അനുഗ്രഹത്തിന് വേണ്ടി അല്ലായിരുന്നു. ശ്രദ്ധിക്കണേ, യാഗം ദൈവത്തിന് കഴിക്കുന്നത് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടേ അല്ല, അത് തൻ്റെ കർത്തവ്യവും കടമയുമാണ് എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ഈ മനസ്സിൽ വരുമ്പം പറയുന്നതാണ്, എൻ്റെ വാക്കുകൾ നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുതെന്നൊരു പ്രത്യേക അപേക്ഷയുണ്ട്. ഈ മനസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണല്ലോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, എവിടെയും വായിച്ചതോ കേട്ടതോ അറിഞ്ഞതോ ഒന്നുമല്ല. അബ്രഹാം യാഗം കഴിക്കുമ്പോൾ മിക്കവാറും കരയാറുണ്ടായിരിക്കും. യാഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം, വഴിപാടെല്ലാം കഴിഞ്ഞതിന് ശേഷം
ആ യാഗപീഠത്തിൻ്റെ മുന്നിൽ നിന്ന് മിക്കവാറും കരയാറുണ്ടായിരിക്കും. കാരണം ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ഭാഗമാണ് കരയുക എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ഭാഗമാണ് കരയുക എന്ന് പറയുന്നത്. ചിലത് ആന കുത്തിയാൽ പോലും കരയത്തില്ല ചില ആൾക്കാർ. അത് അവരുടെ ഒരു മനക്കെട്ടിയായിരിക്കാം. പക്ഷേ എന്നേക്കാൾ കുറച്ചും കൂടെ ബോൾഡാണ് എൻ്റെ വൈഫ്. നിങ്ങൾ പോയി ചോദിച്ച് മനസ്സിലാക്കുമെന്ന് വേണ്ട, നിങ്ങൾ ഉറപ്പിക്കുമെന്ന് വേണ്ട, ഞാൻ പറയുന്ന സത്യം തന്നെ. എന്നേക്കാൾ കുറച്ചും കൂടെ ബോൾഡാണ് എൻ്റെ വൈഫ്. പുള്ളിക്കാരി പെട്ടെന്ന് കരയത്തില്ല, ഞാൻ പെട്ടെന്ന് കരയുന്ന ആളാണ്. എങ്ങനെ? ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ ആരാധന കരയുന്ന ആളാണ്. കാരണം ഞാൻ വളർന്നു വന്നത് അങ്ങനെയാണ്. ഞാൻ വളർന്നു വന്നൊരു പശ്ചാത്തലം അങ്ങനെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കകത്തൂടെയാണ് ഞാൻ കടന്നു വന്നത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വൈഫ് അത്രത്തോളം ബുദ്ധിമുട്ടിൽ കടന്നു വന്ന ഒരാളല്ല, പക്ഷെ ഞാൻ അങ്ങനെ കടന്നു വന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ മുൻകാലവും ഇപ്പോഴത്തെ കാലവും എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഈ പ്രാർത്ഥനാ മുറിയിലേക്ക് വരുമ്പോൾ, മുട്ടുമടക്കുമ്പോൾ, ദൈവസാന്നിധ്യം നമ്മുടെ മേൽ വന്ന് ചുറ്റുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പടപടപടപടാകത്തൊന്ന് പുറത്തേക്ക് തള്ളി വരും. നമ്മുടെ മുൻകാലങ്ങളും ഇന്നത്തെ കാലങ്ങളും ഒക്കെ ഇങ്ങനെ നമുക്ക് തള്ളി വരും. അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളോടൊരു ചോദ്യം ഉണ്ടാവും. മോനെ, ഇങ്ങനൊരു ബ്ലെസ്സിങ്ങിന് നീ അർഹനാകുമെന്ന് നീ കരുതിയിരുന്നോ? ഇങ്ങനത്തെ ഒരു നിലയിൽ നീ എത്തുമെന്ന് നീ കരുതിയിരുന്നോ? ഇങ്ങനെ നീ 10,000-ങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുമെന്ന് നീ കരുതിയിരുന്നോ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ അകത്ത് ഇങ്ങനെ വരുമ്പം ആരും പറയണ്ട, അറിയാതെ മിഴിനീർ പൊഴിഞ്ഞു പോകും. മനസ്സിലാവും? അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇതുപോലൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു. അറിയാതെ കണ്ണിങ്ങനെ നിറഞ്ഞ് പെട്ട ഒഴുകി. അതിൻ്റെ കൂട്ടത്തിൽ ദൈവം ഒരു വാക്യത്തിലൂടെ സംസാരിക്കുകയും കൂടെ ചെയ്തപ്പോൾ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഈ കരയുക എന്ന് പറയുന്നത്, ആണുങ്ങൾ കരഞ്ഞാൽ ഭയങ്കര ഇതാണ്, പെണ്ണുങ്ങൾ കരഞ്ഞാൽ ഭയങ്കര ഇതില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അതൊക്കെ ആർക്കോ എന്തോ പറയാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. ഈ കരയുക എന്ന് പറയുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. കരയാൻ സാധിക്കുക എന്ന് പറയുന്നൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഈ കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം പുറത്തോട്ട് പോയില്ല എന്നറിയാം, വേറൊരു സാധനം മേളിലോട്ട് കയറും. എന്തുവാണെന്നറിയുമ്പോൾ BP, ബ്ലഡ് പ്രഷർ. ചിലർ കടലിൽ ഇങ്ങനെ വെടിക്കെട്ട് പോലെ ഇങ്ങനെ നിൽക്കും. പക്ഷേ അവരുടെ BP നമ്മളൊരു മോണിറ്റർ കൊണ്ട് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സാധനം പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കരയത്തില്ല. കരയുക എന്ന് പറയുന്നത് ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ യാഗപീഠത്തിൻ്റെ മുൻപിൽ കരയുക എന്ന് പറയുന്നത് വലിയ ബ്ലെസ്സിങ് ആണ്. അങ്ങനെ കരയുന്ന ഒരു മനുഷ്യനെ എന്നെ അനുഗ്രഹിക്കാവോ എന്ന് ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവനിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു മെൻ്റൽ സിസ്റ്റമാണ് അവനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തി. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് കരയുക. ലഭിച്ച നന്മകളെ ഓർത്ത് കരയുക. ലഭിക്കാത്തതിനെ ഓർത്തല്ല, ലഭിച്ചതിനെ ഓർത്ത് കരയുക എന്നുള്ളത്. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്നൊരു മനുഷ്യനായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അബ്രഹാം ആഗ്രഹിച്ചതിനേക്കാളും വലിയൊരു ബന്ധമാണ് ദൈവഭാഗത്തു നിന്ന് അബ്രഹാമിന് ലഭിച്ചത്. അബ്രഹാം ദൈവത്തോട് യാഗത്തിൽ പറഞ്ഞു, കർത്താവേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ജാതികളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നൊരുത്തനാണ്. ഇഷ്ടം പോലെ മനുഷ്യർ എന്നെ ശപിക്കുന്നുണ്ട്, എനിക്കെതിരെ വേണ്ടാധീനം ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി അവൻ്റെ മേൽ തീ അയക്കണം, അവനെ കൊന്നുകളയണം. അബ്രഹാം പറഞ്ഞില്ല. പക്ഷെ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഒരിക്കൽ പോലും അബ്രഹാം ദൈവസന്നിധിയിൽ അവൻ എന്നെ ശപിച്ചു, ഇവൻ എനിക്കെതിരെ കൂടോത്രം ചെയ്തു, അവൻ എന്നെ കുറിച്ച് ദൂഷണം പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ദൈവവചനം അത് പഠിപ്പിക്കുന്നുമില്ല. പക്ഷെ ദൈവം കേട്ടു. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, നിന്റെ കാതുകൊണ്ട് നിന്നെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തു പറഞ്ഞാലും ദൈവം അറിയുമെന്നുള്ളത്. ഒന്നും കൂടെ പറയാം അല്ലേ? ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് ദോഷമായി. നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് നിങ്ങളുടെ കാതുകൾ കേട്ടില്ല എങ്കിലും നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ദോഷം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവം കാണുന്നു, ദൈവം കേൾക്കുന്നു, ദൈവം അറിയുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ആ ബ്ലെസ്സിങ്ങുമായി
ബ്ലെസ്സിങ്ങിനോട് കൂടെ ചേർത്ത് ടാഗ് ചെയ്ത് കൊടുത്തത്, അബ്രഹാം നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഏറ്റവും വലിയവനാക്കും, നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും എന്ന് പറഞ്ഞതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ആ പേരിനെ നശിപ്പിക്കാൻ ചില ശക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അബ്രഹാം എന്നൊരു പേര് നശിപ്പിച്ച് കളയാൻ, അബ്രഹാമിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജാതിയെ നശിപ്പിച്ച് കളയാൻ, അബ്രഹാം എന്നൊരു മനുഷ്യനെ തന്നെ, വംശത്തെ തന്നെ ഇല്ലാതാക്കി കളയാൻ, അബ്രഹാമിന്റെ വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെടുത്തി കളയാൻ ഒരു കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ മഹാ തെളിവാണ് കർത്താവ് ബ്ലെസ്സിംഗ് ലാംഗ്വേജിലൂടെ പറഞ്ഞത്, അബ്രഹാം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. 2, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പൊ അബ്രഹാമിന് അറിഞ്ഞുകൂടാത്ത ഒരു മേഖല ഉണ്ടായിരുന്നു, തന്നെ ശപിക്കുന്ന ഒരു കൂട്ടമുണ്ടെന്ന്. പക്ഷെ ദൈവം അറിഞ്ഞു. എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, ഇന്ന് നിങ്ങളെക്കുറിച്ച് ആരെന്തു പറയുന്നു എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും, കാണുന്നുണ്ടെങ്കിൽ പോലും, ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. തീർന്നില്ല. നിങ്ങളുടെ പേര് നശിപ്പിക്കാൻ ആളുണ്ടോ എന്നുള്ളതല്ല വലിയ കാര്യം, നിങ്ങളുടെ പേരിനെ വേണ്ടാതെ വലിച്ചിഴയ്ക്കുന്നുണ്ടോ എന്നുള്ളതല്ല വലിയ കാര്യം. പകരം നിന്റെ പേർ എൻ്റെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് വലുതാക്കും എന്നുള്ളതാണ് മഹാകാര്യം. എന്തോ മനസ്സിലാക്കണമെന്നറിയാവോ? നിന്റെ പേരിനെതിരെ ചിലരുണ്ടായിരുന്നു എന്നുള്ളതാ. നിങ്ങളുടെ പേര് വെറുതെ ഉപയോഗിക്കാൻ ചിലരുണ്ടായിരുന്നു എന്നുള്ളതാ. നിങ്ങളുടെ പേര് ദോഷത്തിന് ഉപയോഗിക്കാൻ ചിലരുണ്ടായിരുന്നു എന്നുള്ളതാണ് നിന്റെ പേർ വലുതാകാനുള്ള കാരണം. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ പോലും അബ്രഹാം ദൈവത്തോട് അനുഗ്രഹം ചോദിച്ചിട്ടോ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ അല്ല ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത്. ഡിവൈൻ ബ്ലെസ്സിങ് അങ്ങനെയാണ്. നമ്മൾ ചോദിക്കുന്നതിനേക്കാളും നമ്മുടെ മേൽ പകരുന്ന ഒന്നാണ് ഡിവൈൻ ബ്ലെസ്സിങ്. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കഥാപാത്രത്തെ കാണാം, യോസെഫ്. യോസെഫ് അക്ഷരാർത്ഥത്തിൽ അടിമയായിരുന്നു. പക്ഷെ ദൈവവചനം മറ്റൊന്ന് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അടിമയായിരുന്നാലും യഹോവ യോസെഫിനോട് കൂടെ ഇരുന്നു എന്നാ വചനം പറയുന്നത്. യഹോവ യോസെഫിനോട് കൂടെ ഇരുന്നു. എങ്ങനെ? അടിമയാണ് ആളിപ്പോഴും അടിമത്തത്തിനകത്താ. ആളുടെ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ആളിപ്പോഴും സ്വപ്നം കണ്ട നിലയിലേക്ക് ഉയർന്നിട്ടില്ല. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ആളിപ്പോഴും കണ്ട ദർശനത്തിനൊത്തവണ്ണം വളർന്നില്ല. ആളിപ്പോഴും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു അടിമയുടെ അവസ്ഥയിൽ നിൽക്കുക. വചനം പറയുന്നു യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ആരാ? യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദിസ് ഇസ് എ ഡിവൈൻ ബ്ലെസ്സിങ്. ദിസ് ഇസ് ആൻ അനദർ സൈൻ ഓഫ് ഡിവൈൻ ബ്ലെസ്സിങ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വാഗ്ദത്തമുണ്ട്, സത്യമാണ്, പക്ഷെ എത്തിയിട്ടില്ല. അതൊരു റിയാലിറ്റിയാണ്. ഇപ്പോൾ അടിമത്തത്തിലാണ്, അതും ഒരു റിയാലിറ്റി തന്നെയാണ്. അതൊരു പ്രസന്റ് സിറ്റുവേഷനാണ്. ശ്രദ്ധിക്കാം. ഡിവൈൻ ബ്ലെസ്സിങ് ഒരു വ്യക്തിയിലേക്ക് ഉണ്ടെങ്കിൽ വാഗ്ദത്തത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു ഒപ്രഷൻ പീരീഡ് ഉണ്ട്, ഒരു അടിമത്തത്തിന്റെ അവസ്ഥയുണ്ട്, ഒരു ബാറ്റിലുണ്ട്. യോസെഫ് സ്ട്രഗിൾ ചെയ്താണ് ബ്ലെസ്സിങ്ങിലേക്ക് എത്തിയത്. പക്ഷെ വചനം പറയുന്നു യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ അബ്രഹാമിനോട് കൂടെ, യഹോവ യോസെഫിനോട് കൂടെ, യഹോവ ഇസ്ഹാക്കിനോട് കൂടെ. ഇതെല്ലാം വചനത്തിൽ കണ്ടു, നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ബ്ലെസ്സിങ് പീരീഡിലേക്ക് എത്തുന്ന ഒരു സീസണാണത്. ഇനി ശ്രദ്ധിച്ച് കേട്ടാട്ടെ. നിങ്ങൾ ഒരടിമത്തത്തിനകത്താണ് ഈ കാലഘട്ടത്തിലെങ്കിൽ, നിങ്ങൾ സ്ട്രഗിൾസിനകത്താണെങ്കിൽ, നിങ്ങൾ ഒരു ബാറ്റിൽ ഫീൽഡിലാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു മെന്റൽ ബാറ്റിലായിരിക്കും, മാനസിക യുദ്ധം, ചിലതിനോടൊരു യുദ്ധമായിരിക്കും ഈ പീരീഡ്. ഒരു ബാറ്റിൽ, ഒരു വാർ പീരീഡിലായിരിക്കും നിങ്ങളിപ്പോൾ. എന്ന് വെച്ചാൽ നിങ്ങൾ യുദ്ധമാണ്. പ്രത്യക്ഷത്തിലൊന്നുമില്ല, പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് യുദ്ധം ചെയ്യുന്നു, പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുന്നു, ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്യുന്നു, പ്രയത്നം കൊണ്ട് യുദ്ധം ചെയ്യുന്നു. ആ ഒരു പീരീഡിലാണെങ്കിൽ ഒരു സംശയം വേണ്ട, യഹോവ യോസെഫിനോട് കൂടെ ഇരുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം താൻ ഒരു ബാറ്റിൽ ഫീൽഡ് താണ്ടി ബ്ലെസ്സിങ് സ്റ്റേജിലേക്ക് എത്താനുള്ളത് കൊണ്ടാണ്. എപ്പോഴും നമുക്ക് മുമ്പിൽ വെച്ചേക്കുന്ന ഒരു റിവാർഡ് എത്തിപ്പിടിക്കുന്നതിന് മുന്നേ നമുക്ക് മുമ്പിൽ ഒരു മത്സരമുണ്ട്. യോസെഫിനും ഉണ്ടായിരുന്നു, അബ്രഹാമിനും ഉണ്ടായിരുന്നു, മോശയ്ക്കും ഉണ്ടായിരുന്നു, പൗലോസിനും ഉണ്ടായിരുന്നു.
ഈ ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്നിടത്തേക്ക് അനുഗ്രഹം ഒഴുകി വരുന്നൊരു പരിപാടിയല്ല. അതിനെതിരെ നമുക്കൊരു യുദ്ധം, ഒരു ഇൻവിസിബിൾ ബാറ്റിൽ, കാണാൻ കഴിയാത്ത എന്നാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, മറ്റുള്ളവർക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു യുദ്ധം. ആ ഫീൽഡിൽ, ആ ഒരു അവസ്ഥയിലുള്ള ഒരുപാട് പേര് ഈ മീറ്റിങ്ങിലുണ്ട്. അതൊരു ബ്ലെസ്സിങ്ങിൻ്റെ ഒരു വഴിത്താരയിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ്. അടിമയായി ഇരുന്നിട്ടും അനുഗ്രഹീതൻ എന്നൊരവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അടിമയായിരുന്നു, പക്ഷെ ഒരിക്കൽ പോലും അടിമത്തത്തിൻ്റെ ഒരു നിരാശയും യോസേഫിനെ ഭരിച്ചിരുന്നില്ല. ഇപ്പം നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം, കാരാഗ്രഹത്തിൽ എന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടിനകത്തായിരിക്കാം, പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. മനസ്സിലാക്കിയാട്ടെ, ഇതാണ് ഞാൻ പറഞ്ഞ ഇൻവിസിബിൾ ബാറ്റിൽ. നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് പറയും, എൻ്റെ പൊന്ന് ബ്രദറെ, എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല, എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിക്ക് എന്തോ മനസ്സിലാവും, പുള്ളിക്കാരിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അത്രയും കൊണ്ട് അവൻ്റെ മനസ്സിലാക്കൽ തീർന്നു. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സമ്മർദ്ദം ഒരിക്കലും ആ വ്യക്തിയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കത്തില്ല. ഈ പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ സമ്മർദ്ദം അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ. ആഗ്രഹം ഉണ്ടായിട്ട് നടക്കാത്തൊരവസ്ഥ ഉണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബാറ്റിൽ, വാർ, യുദ്ധമാണ്, യുദ്ധം. ഇത് എല്ലാ ഭക്തന്മാരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്ങിന്റെ സ്റ്റേജിലാണെന്നൊന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യോസെഫ് ഇപ്പോൾ നോക്കിയാൽ അടിമയാണ്, നിങ്ങൾ നോക്കിയാലും ഞാൻ നോക്കിയാലും പുള്ളി ഇപ്പോൾ അടിമയാണ്. പക്ഷെ വചനം പറയുന്നു അവൻ്റെ മേലൊരു ബ്ലെസ്സിങ്ങിന്റെ ക്രൗഡ് ഇരിപ്പുണ്ട്. യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു അടിമത്തത്തിനകത്താണെന്ന് പറഞ്ഞ്, നിങ്ങളിപ്പോൾ ഒരു ബുദ്ധിമുട്ടിനകത്താണെന്ന് പറഞ്ഞ്, നിങ്ങളിപ്പോൾ ഒരു ഒപ്പറേഷൻ പീരീഡിലാണെന്ന് പറഞ്ഞ്, നിങ്ങളിപ്പോൾ വല്ലാത്തൊരു ഒരു ഇരുട്ടുമൂടി അന്തരീക്ഷത്തിലാണെന്ന് പറഞ്ഞ് നിങ്ങളെ ദൈവം വിട്ടുപോയി എന്നൊരർത്ഥമില്ല. കൂടെ നിന്ന മനുഷ്യർ വിട്ടുപോയിട്ടുണ്ടാകും, പക്ഷെ ദൈവം വിട്ടുപോയി എന്നൊരർത്ഥമില്ല. എത്ര പേർക്ക് പിടി കിട്ടുന്നുണ്ട്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നോക്കിയേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം. മൈ ഷാഡോ റിഗമമസ്യാന്തരേഷ്യാന്തരരബ ലബ്രഗോഷ്യാന്തര യേശുവേ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്നൊരു വാക്യം നമുക്കവിടെ കാണാം. ഈ അഭിഷേകത്തിനകത്തായിരുന്നു യേശുക്രിസ്തുവിനുള്ള സകല ബ്ലെസ്സിങ്ങും വെച്ചിരുന്നത്. എന്തൊക്കെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു എന്നറിയാവോ? അഭിഷേകത്തിനകത്തും ശക്തിക്കകത്തും എന്തൊക്കെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു അറിയാവോ? ഒന്ന്, ഈ ഭൂമിയിലെ മനുഷ്യരോട് എതിർത്ത് നിൽക്കാൻ, ജ്ഞാനം കൊണ്ട് എതിർത്ത് നിൽക്കാനുള്ള വൈഭവം, ഇന്റലക്ച്വൽ പവർ, ബുദ്ധിശക്തി, ഓർമ്മശക്തി എല്ലാം അതിനകത്ത് വരും. 2, കാണാൻ പറ്റാത്ത സാത്താനോട് അവൻ്റെ പ്രവൃത്തികളോടും എതിർത്ത് നിൽക്കാനും കീഴടക്കാനുമുള്ള ബ്ലെസ്സിങ്. 3, മറ്റുള്ളവരുടെ മേൽ പൊസസ്ഡ് ആയിരിക്കുന്ന ഡിമോണിക് പവറിൻ്റെ മേലുള്ള അതോറിറ്റി. ദാറ്റ് ഈസ് അനദർ ബ്ലെസ്സിങ്. 4, സ്വർഗവുമായി കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സ്വർഗീയ ബ്ലെസ്സിങ്. പിന്നെ എന്തൊക്കെ പറയാനുണ്ട്? മറ്റുള്ളവരെ ടീച്ച് ചെയ്യാനുള്ള ബ്ലെസ്സിങ്, ഇല്ലാത്തതിനെ ഉണ്ടാക്കുവാനുള്ള ഡിവൈൻ ബ്ലെസ്സിങ്. കാശിന് ആവശ്യം വന്ന സമയത്ത് കർത്താവ് പത്രോസിനോട് പറഞ്ഞ്, കടലിൽ പോയി ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വായ് പൊളിക്കുക, അതിനകത്ത് ദ്രഹ്മപ്പണം ഉണ്ടാകും, നീ എടുത്ത് എനിക്ക് നിനക്കും കൂടെ കരം കൊടുക്കുക എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഇല്ലാത്തതിനെ ഉളവാക്കാനുള്ള ഒരു ബ്ലെസ്സിങ്.
ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ മേൽ പിതാവ്, ഒരു മനുഷ്യന്റെ മേൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവും ശക്തിയും അഭിഷേകമായി നമ്മുടെ മേൽ തരുമ്പോൾ ഏത് സിറ്റുവേഷനെയും നമുക്ക് ഓവർകം ചെയ്യുന്നൊരു ഓവർകമറായി മാറാൻ നമുക്ക് പുറത്തു നിന്നൊരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. അവനാൽ പ്രാപിച്ച അഭിഷേകം തന്നെ നിങ്ങളുടെ മേലിരിക്കുന്നു. നമുക്ക് വേണ്ടുന്ന അഭിഷേകം തക്ക സമയം നമ്മളെ ഉപദേശിക്കുമെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം. അപ്പോൾ അഭിഷേകം എന്ന് പറയുന്നത് കേവലം ഒരു ശക്തി മാത്രമല്ല, അത് നമുക്ക് വേണ്ടുന്നൊരു ഉപദേശം കൂടെയാണ്. തന്നെയുമല്ല, അത് ഏത് സിറ്റുവേഷനെയും നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്കിൽ നമ്മിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ബ്ലെസ്സിങ് ആണ്. ബൈബിൾ പറയുന്നു, നമ്മുടെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, ഇത് യേശുവിൻ്റെ മേൽ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു വാക്യം ഇല്ല. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അവിടെ കൊണ്ട് തീർന്നു. പക്ഷെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി കഴിഞ്ഞപ്പോൾ ബൈബിളിൽ പറയുന്ന വാക്കും ആ ക്ലോസും ഭയങ്കര പ്രത്യേകതയുണ്ട്. എന്തുവാണെന്നറിയാവോ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും. ഇത് എനിക്കിഷ്ടപ്പെട്ട് എഴുതി വെച്ച വാക്കല്ല, ഇത് ദൈവത്തിന്റെ സ്വഭാവം അവിടെ എഴുതി വെച്ചേക്കുന്നത്. അനുഗ്രഹം കണ്ടോ, സകല ആത്മീക അനുഗ്രഹം എന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത്. സകല. ഇന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ദൈവത്തിന്റെ കൃപകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സ്വർഗീയ നിർമ്മാണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ ഒരു ഡിവൈൻ പാറ്റേണിലേക്ക് ഒന്ന് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവകരങ്ങളിൽ അതിശക്തമായി ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ കൃപയാലും വരങ്ങളാലും നിറയാൻ ആഗ്രഹിക്കുന്ന, ദൈവ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ സ്നേഹം എന്താണെന്ന് അനുഭവിക്കണമെന്നും ദൈവത്തെക്കുറിച്ച് അധികം പഠിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ ദൈവിക അഭിഷേകം കൊണ്ടും അനുഗ്രഹം കൊണ്ടും ചിലതിനെയൊക്കെ നിങ്ങൾക്ക് തകർത്ത് ജയിച്ച് വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവവചനം പിശുക്കില്ലാതെ അവിടെ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ ഈ ബ്ലെസ്സിങ് നിന്നെ കാണാൻ സമ്മതിക്കാതെ, ഈ ബ്ലെസ്സിങ് നിങ്ങളെ അനുഭവിക്കാൻ സമ്മതിക്കാതെ, ഇതൊക്കെ കേൾക്കാൻ മാത്രമേ ഉള്ളൂ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വലിയൊരു മറയുടെ പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഈ വചനം ജീവനുള്ള വചനമായി നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കും. നിങ്ങൾ ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി. എന്താണെന്നറിയാവോ? കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ മുടക്കിയിരിക്കുന്നതെല്ലാം ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ ആക്ടിവേറ്റ് ചെയ്യുകയാണെന്ന് പറ. ഞാൻ അങ്ങയുടെ നാമത്തിൽ മുടക്കിയിരിക്കുന്നതെല്ലാം, ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞു മുടക്കിയിരിക്കുന്നതെല്ലാം ഞാൻ ഇന്നു മുതൽ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുകയാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ അത് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ അതിന് ജീവൻ കൊടുക്കുകയാണെന്ന് പറയുക. നിങ്ങളായിട്ട് എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ? നിങ്ങളായിട്ട് എന്തിനെങ്കിലും പെൻഡിങ് വെച്ചിട്ടുണ്ടോ? നിങ്ങളായിട്ട് എന്തെങ്കിലും ഇപ്പോൾ അത് യേശുവിന്റെ നാമത്തിൽ ആക്ടിവേറ്റ് ചെയ്യുക. അതൊരു പ്രാർത്ഥനയായിരിക്കാം, അതൊരു ഉപവാസമായിരിക്കാം, അതൊരാൾക്കൊരു നന്മ ചെയ്യുന്ന കാര്യമായിരിക്കാം, അത് ദൈവനാമത്തിന് കൊടുക്കുന്ന കാര്യമായിരിക്കാം, അത് മറ്റേതെങ്കിലും എന്തെങ്കിലും കാര്യമായിരിക്കാം. നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന, നിങ്ങളിലൂടെ സംഭവിക്കേണ്ട, നിങ്ങളിലൂടെ നടക്കേണ്ട ആ കാര്യം നിങ്ങൾ തന്നെ മുടക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിൽക്കുന്നത് ആ മറയുടെ പിന്നിലാണ്. എപ്പോൾ നിങ്ങൾ അത് റിലീസ് ചെയ്യുന്നോ, ആ സമയം നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ കണ്ണുകളിൽ കാണാൻ തുടങ്ങും. എപ്പോൾ നിങ്ങൾ ഈ ഒരു ബോധ്യത്തിലേക്ക് എത്തി, നിങ്ങൾ അതിനെ റിലീസ് ചെയ്യുന്നോ, അതോടുകൂടെ പലതും റിലീസ് ചെയ്യപ്പെടും. ആ ട്രാൻസാക്ഷനിൽ ബ്ലോക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, ഈ അവസാനമുള്ളവർക്ക് മനസ്സിലാകാൻ ഒരു സാധ്യതയില്ല. അവസാനം കയറിയവർക്ക് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും. കൊടുപ്പീൻ, യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ബലവും, അവന് തക്ക മഹത്വവും ബലവും കൊടുപ്പീൻ എന്ന് തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ, കൊടുപ്പീൻ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ദൈവനാമത്തിങ്കിലേക്കും, സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം നമ്മിലേക്കും എന്ന് പറയുമ്പോൾ, ഇതൊരു ട്രാൻസാക്ഷനാണ്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്
ട്രാൻസാക്ഷൻ. ഇതിനെ മറയ്ക്കുന്നതാണ് ദുഷ്ടശക്തികൾ. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടും അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ദുഷ്ടാത്മശക്തിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രയെന്ന് ദൈവവചനത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. ഈ ട്രാൻസാക്ഷനാണ് മറയ്ക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? അല്ലാതെ നിങ്ങളൊരു പാട്ട് പാടിയതോ നിങ്ങളൊരു ഷർട്ട് മേടിച്ചതോ ഒന്നും കൊണ്ടല്ല നിങ്ങളെ ബന്ധിച്ചു വെച്ചേക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ടൊന്നും അല്ല. ഈ ട്രാൻസാക്ഷനാണ് ശത്രുവിന് തടയേണ്ടത്. കാര്യം എന്താ? ഞാൻ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ കാര്യം, ഉയരത്തിൽ നിൽക്കുന്നവന് താഴ്ചയിലുള്ളവനെ കീഴ്പ്പെടുത്താൻ എളുപ്പം. ഇപ്പം സാത്താൻ താഴ്ചയിലാണ്, പക്ഷെ ഞാൻ ഉയർച്ചയിൽ എത്തണം. ഞാൻ ഉയർച്ചയിൽ എത്തണമെങ്കിൽ എന്തോ വേണം? ഈ ട്രാൻസാക്ഷൻ കറക്റ്റ് ആകണം. ഈ റിലേഷൻ, ഈ കമ്മ്യൂണിക്കേഷൻ ചാനൽ കറക്റ്റ് ആവണം. ഒരു ബ്ലോക്ക് വരുമ്പോഴാണ് ഈ ഉയർന്നവൻ താഴ്ചയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, നിന്നെ വാലല്ല ഞാൻ തലയാക്കുമെന്ന്. തലയായി നിന്നാലേ പറ്റുള്ളൂ. തലയായവൻ വാലാകുന്ന അവസ്ഥ ചിന്തിച്ചു നോക്കി, എന്തൊരു വല്ലാത്ത വീഴ്ചയാണ്. പ്രൈസ് ദ ലോർഡ്. തലയായവൻ വാലാകുന്ന കാര്യം, തലയായി നിന്ന നീ വാലായ അവസ്ഥയിലാണോ? തലയായ നിങ്ങൾ വാലായ അവസ്ഥയിലാണോ? വളരെ ആക്റ്റീവായി ദൈവനാമത്തിന് നിന്നൊരു വ്യക്തിയാണോ? വളരെ ആക്റ്റീവായി എന്ത് ദൈവത്തിന് ചെയ്യാം, ദൈവനാമത്തിൽ ചെയ്യാം എന്ന് ചിന്തിച്ച് നോക്കി കണ്ട് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണോ? ഭയങ്കര ദൈവസ്നേഹിയായി നിന്നൊരു വ്യക്തിയാണോ? ദൈവകൃപയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണോ? വളരെ സന്തോഷകരമായി പ്രാർത്ഥനയിലും ആരാധനയിലും നിറഞ്ഞു നിന്നൊരു കുടുംബമാണോ? ഇതെല്ലാം പൊട്ടി ഒലിച്ചു പോയതുപോലെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ഇൻവിസിബിൾ ബാറ്റിൽ എവിടെയോ ഏതോ റൂട്ടിലൂടെ നിങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചത് കൊണ്ടാണ്. ആ ഒരു ട്രാൻസാക്ഷനകത്ത് വന്നൊരു ബ്ലോക്ക്. ആ ട്രാൻസാക്ഷൻ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാലും, അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായാലും, അല്ലെങ്കിൽ പെൻഡിങ് ആയാലും, ദൈവത്തോടുള്ള വിശ്വസ്തത നമ്മൾ കളഞ്ഞു കുളിക്കാതെ സൂക്ഷിക്കണം. അതിനകത്ത് റിക്കവറി ചാൻസ് ഭയങ്കര കൂടുതലാണ്. ദൈവത്തോടുള്ള വിശ്വസ്തത ഒരു മനുഷ്യൻ കാത്തു സൂക്ഷിച്ചാൽ, ആ വിശ്വസ്തത നിമിത്തം എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ ദൈവം സഹായിക്കും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിരാശ വന്നിട്ടും വേദന വന്നിട്ടും ദൈവവുമായിട്ട് പിണക്കം ഉണ്ടായിട്ട് പോലും ആ മനുഷ്യൻ മുറുകെ പിടിച്ചിരുന്നത് വിശ്വസ്തത കളഞ്ഞില്ല. ഈ നിരാശ വന്നു എന്ന് പറയുന്നത് വിശ്വസ്തത നഷ്ടപ്പെട്ടതുകൊണ്ടല്ല. ഈ ദൈവത്തോട് എന്തോ വായിക്കുക പറഞ്ഞത് വിശ്വസ്തത നഷ്ടപ്പെട്ടതുകൊണ്ടല്ല. അതാ നിരാശയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. വേദനയിൽ നിന്നും മുറിപ്പാടിൽ നിന്നും കാണാൻ വന്ന സുഹൃത്തുക്കൾ പോലും തന്നെ കുറ്റം ആരോപിച്ചപ്പോൾ ഉണ്ടായൊരു ഫ്രസ്ട്രേഷനാണ് ആ മനുഷ്യൻ അവിടെ പ്രകടിപ്പിച്ചത്. അത് വിശ്വസ്തത നഷ്ടപ്പെട്ടതല്ല. ആ മനുഷ്യൻ വിശ്വസ്തത മുറുകെ പിടിച്ചത് കൊണ്ട് തന്നെ റിക്കവറി ചാൻസ് എന്ന് പറയുന്നത് 100% എങ്ങനെ റിക്കവറി ചാൻസ്? പോയത് ലഭിച്ചു എന്നല്ല, ഇരട്ടിയായി. എന്തൊക്കെ ജീവിതത്തിൽ നിന്ന് അകന്നു നിന്നാലും, ബന്ധങ്ങൾ, സ്വന്തം സമ്പത്ത്, മറ്റ് നിങ്ങളെ ഏറ്റവും ആനന്ദകരമായി കൊണ്ടു നടന്നുകൊണ്ടിരുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടെങ്കിലും അകന്നു നിന്നെങ്കിലും, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവവുമായിട്ടുള്ള വിശ്വസ്തത, കമ്മിറ്റ്മെൻറ്റ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. റിക്കവറി ചാൻസ് 100% ചാൻസ് ഇല്ലെന്ന് മനുഷ്യൻ പറയും. പക്ഷേ എനിക്കറിഞ്ഞിട്ട് ഒരു വലിയ ദൈവസാന്നിധ്യം വന്ന് മൂടുന്നു. പക്ഷേ ദൈവം നിന്റെ സ്നേഹം കാരണം, നിന്റെ വിശ്വസ്തത കാരണം കർത്താവ് തിരികെ നഷ്ടപ്പെട്ടത് എന്താണെങ്കിലും തിരികെ കൊണ്ടുവരും. അതുകൊണ്ടാണ് പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളായിട്ട് ഇന്ന് ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനം എടുക്കണം. ഡിവൈൻ ബ്ലെസ്സിങ് എന്നൊക്കെ പറയുമ്പോൾ
ഒരു പ്രവചനം കേട്ടാലൊന്നും വന്ന് വീഴുന്ന സാധനം അല്ല. ഞാൻ തുറന്ന് നിങ്ങളോട് പറയുകയാണ്, എനിക്കൊന്നും ഒളിച്ചു വെക്കാനൊന്നുമില്ല. ഒളിച്ചു വെച്ചിട്ട് എനിക്കൊരു നന്മ വേണ്ടതാനും. ഇതിനകത്ത് വെള്ളം ചേർത്തുകൊണ്ടുള്ള ഒരു നന്മ എനിക്ക് വേണ്ടാന്ന് ഞാൻ പണ്ടേ തീരുമാനം എടുത്തേക്കുന്ന കാര്യമാണ്. എനിക്കുള്ളത് എൻ്റെ കർത്താവ് കൊണ്ടുവരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വചനം എൻ്റെ വായിൽ നിന്നൊരു വാക്യമോ വചനമോ കേട്ടാൽ അങ്ങനെ പഠിച്ചാൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചേക്കുന്ന ഒരാളാണ്. കാരണം ദൈവം എന്നെ പഠിപ്പിച്ചേക്കുന്ന അങ്ങനെയാണ്. ഒരുപാട് എങ്ങനെ പറയണോ അതിനെ, ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു ആവറേജ് ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കൊണഷ്ട് പരിപാടികളും ഒരുവിധപ്പെട്ട രീതിയിൽ മീഡിയം റേഞ്ചിൽ, അതിനകത്ത് ആരുടെയും ആയുസ്സിന് ദോഷം വരുന്നതോ ആരോഗ്യത്തിന് ദോഷം വരുന്നതോ അവരുടെ കുടുംബത്തിന് ദോഷം വരുന്നതോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ചെയ്തൊരാളാണ് ഞാൻ. കാരണം ഞാൻ ഒരു സെയിൽസ് ഫീൽഡിൽ നിന്നൊരാളാണ്, സെയിൽസ് ഫീൽഡിൽ. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് വിറ്റുപോകാൻ അല്ലെങ്കിൽ എൻ്റെ കമ്പനിക്ക് ലാഭം ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ പുതിയ ടെക്നോളജീസ് ഉണ്ടാക്കാമോ അതൊക്കെ ഉണ്ടാക്കി പറയുകയും തിരിമറി നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ജീവിതം പഠിപ്പിച്ചു, മോനെ അങ്ങനെയൊന്നും നിനക്ക് ഉയരാൻ പറ്റത്തില്ലെന്ന്, അങ്ങനെയൊന്നും നിനക്ക് പണം ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും നിനക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും നീ സമ്പന്നനാകത്തില്ല. പിടികിട്ടിയോ നിങ്ങൾ? ഞാൻ മാത്രമല്ല, പലരും ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. കാരണം സെയിൽസ് പ്രഷർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. സെയിൽസിലുള്ളവർക്കറിയാം, സെയിൽസ് പ്രഷർ എന്ന് പറയുന്നത് അങ്ങനെയാണ്, വല്ലാത്തൊരു പ്രഷറാണ്. രാത്രി നമ്മൾ കണ്ണിച്ചിരി ഒന്ന് അടഞ്ഞു വരുമ്പോഴായിരിക്കും എസ്എമ്മിൻ്റെ വിളി വരുന്നത്, ASMൻ്റെ വിളി വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ തുറന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരുത്തനെ വഞ്ചിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഒരുത്തൻ്റെ 10 രൂപ കൂടുതൽ നമ്മൾ എടുത്തു എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള 100 രൂപ പോണേ അല്ലാതെ ആ 10 രൂപ നമ്മുടെ ഒരു പ്രയോജനമില്ല. ഇന്ന് നമുക്ക് ഞാൻ അവനെ പറ്റിച്ചേ എനിക്ക് 10 രൂപ കൂടുതൽ കിട്ടിയേ, നാളെ എന്നിട്ട് 1000 പോകാതെ നോക്കിയാൽ മതി. അത് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ചത്, ഈ പുസ്തകം എന്നെ പഠിപ്പിച്ചതും എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതുമാണ്. ഞാൻ അതുകൊണ്ട് എപ്പോഴും എല്ലാവരോടും പറയുന്നത്, ദൈവവുമായിട്ടുള്ള വിശ്വസ്തത കളയാതെ മുമ്പോട്ട് കൊണ്ടുപോകണം. തെറ്റുകുറ്റങ്ങൾ വരും, വീഴ്ചകൾ വരും, താഴ്ചകൾ വരും. അതിനകത്തെല്ലാം വിശ്വസ്തത മുറുകെ പിടിച്ചാൽ ദൈവം നമ്മളെ ഉയർത്തും. ഡിവൈൻ ബ്ലെസ്സിങ് അങ്ങനെയാണ്. അത് നമ്മളെപ്പോഴും ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ട് നടക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എവിടെന്നെങ്കിലും ഒരു പ്രവചനം കേട്ടാൽ, എവിടെന്നെങ്കിലും ഒരു ദൂത് കേട്ടാലൊന്നും നമ്മൾ മാറാതെ, നമ്മുടെ മനസ്സ് മാറാതെ, നമ്മുടെ സ്വഭാവം മാറാതെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാതെ ഒരു പ്രൊഫറ്റിൻ്റെ പ്രൊഫസി കൊണ്ടും ജീവിതം മാറിയ ചരിത്രമില്ല. ഏലീശ, എൻ്റെ സമയം കഴിഞ്ഞു പോയല്ലോ. ഏലീശ കടം കയറി മുടിയാറായ സ്ത്രീയോട് ആവശ്യപ്പെട്ടത് എന്തുവാണെന്നൊന്ന് നിങ്ങൾ ശരിക്കിരുന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. എന്തുവാണെന്നറിയാവോ? ഏലീശ അവിടെ കറക്റ്റ് ചെയ്തത് ആ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി വിട്ടു എന്നുള്ളതാണ്. എന്തുവാ അത്? ഏലീശയോട് ആ സ്ത്രീ ചെന്ന് പറഞ്ഞത്, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യയിൽ ഒരുത്തി ചെന്ന് പറഞ്ഞത്, എല്ലാം എൻ്റെ വീട്ടിൽ തീർന്നു, ഒരു ഭരണി എണ്ണയുള്ളൂ, ഞാനിരുന്ന് ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ട് പോലും അതുകൊണ്ട് എങ്ങനെ കടം തീർക്കാമെന്ന് എനിക്ക് പിടിയില്ല. അപ്പോൾ ഒരു ഭരണി എണ്ണ വിറ്റാൽ തീരുന്ന ഒരു പ്രശ്നമല്ല എൻ്റെത്. ഒരു ഭരണി എണ്ണ വിറ്റാൽ ആ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ല എൻ്റെത്. എൻ്റെ മക്കൾ പോലും പൈസ തന്നവർ അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഒരു ഭരണി എണ്ണ എൻ്റെ വീട്ടിലുള്ള ഒരു ഭരണി എണ്ണ വിറ്റാൽ തീരുന്ന പ്രശ്നമല്ല എൻ്റെത് യജമാനനെ. ഞാൻ ഇതിനകത്ത് എന്തോ ചെയ്യണം? ആറ്റിറ്റ്യൂഡ് മാറ്റിവിട്ടു. എന്താണെന്നറിയാമോ? നീ വീട്ടിൽ ചെന്നിട്ട് ആ ഒരു ഭരണി എണ്ണ അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നീ പറഞ്ഞില്ലേ, ആ വീട്ടിൽ ചെന്ന് ആ ഒരു ഭരണി എണ്ണയെ നീ കൈകളിലെടുത്ത് പുറത്തുനിന്ന് നിനക്ക് കിട്ടാവുന്ന അത്രത്തോളം പാത്രങ്ങൾ വാങ്ങി വെച്ച് ആ എണ്ണയെ നീ പ്രാർത്ഥനയോടെ പകർന്നാൽ നിന്റെ വിഷയത്തിനകത്ത് വിടുതലുണ്ടാവും. അവിടുന്ന് മലയിൽ നിന്നിറങ്ങി വന്നപ്പം 2 ഭരണി എണ്ണ കൊടുത്തു വിടുവല്ല ചെയ്തത്, ഹൃദയത്തിനകത്തുള്ള ശൂന്യതയെ നിറച്ചു വിടുകയാണ് ചെയ്തത് ഏലീശ. പ്രശ്നത്തിനകത്ത് സൊല്യൂഷൻ ദൈവം നമ്മിൽ തരുന്നത് ഇവിടുന്ന് ഉത്ഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മേളിൽ നിന്ന് കൊണ്ട് ഇട്ട് തരികയല്ല ചെയ്യുന്നത്, ഒരു പ്രവചനത്തിലൂടെ കൊണ്ട് ഇട്ട് തരികയല്ല ചെയ്യുന്നത്, ഒരു ദൂതിലൂടെ ഇട്ട് തരികയല്ല ചെയ്യുന്നത്. പകരം ഒരു ദൈവ ശബ്ദമായിട്ട് നമ്മൾ തന്നിട്ട് ഇവിടെ നിന്ന് അതിൻ്റെ പ്രോസസ്സ്, ഇവിടെ നിന്ന് അതിൻ്റെ റെമഡീസ് ദൈവം ഉത്ഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കയറിപ്പോയ ആ അമ്മയുടെ മൈൻഡ് സെറ്റ് അല്ലായിരുന്നു തിരികെ ഇറങ്ങി വന്നപ്പോൾ.
കാരണം ആ ഒരു ദൂതിനകത്തുണ്ടായിരുന്നു, ആ ഒരു ഭരണി എണ്ണ എൻ്റെ വീട്ടിൽ ദൈവം ശേഷിപ്പിച്ചതിൻ്റെ കാരണം അതിനകത്തുനിന്നായിരുന്നു പകർച്ച പുറത്തേക്ക് ഒഴുകാനുണ്ടായിരുന്നത്. ഇന്ന് എല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും പ്രാർത്ഥനയുടെ ഒരു എണ്ണ വറ്റിപ്പോകാത്ത ഒരനുഭവത്തിൽ നിൽക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, ആ എണ്ണ സമ്പത്തായിട്ട് മാറും. എണ്ണയായിട്ട് വീട്ടിലിരുന്നത് സമ്പത്തായിട്ട് കൺവേർട്ട് ആകും. ഞാനിത് ആ അമ്മയുടെ കാര്യമായിട്ട് പറയുക കേട്ടോ, ഞാൻ സമ്പത്തിനെ എടുത്ത് പ്രസംഗിച്ചതല്ല. ആ എണ്ണയായിട്ട് ആ വീട്ടിലിരുന്നതിനെ മൈൻഡ് സെറ്റ് മാറിയപ്പോൾ, ദൈവശബ്ദത്തെ അനുസരിച്ചപ്പോൾ ആ അതേ എണ്ണ സമ്പത്തായിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ ഇന്നും ആ കൺവേർഷൻ റേഷ്യോ ഇതിനകത്ത് പ്രവർത്തിക്കും. എണ്ണയായിട്ടിരുന്ന അങ്ങനെ ഇരിക്കുകയുള്ളൂ. പക്ഷെ വ്യാപാരം ചെയ്യാൻ കഴിയത്തക്ക തരത്തിൽ അതിനകത്ത് ഡെവലപ്മെന്റ് വന്നപ്പോൾ എന്താ നടന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ അവർക്ക് പോലും പിടികിട്ടിയില്ല ഇത് സമ്പത്തായിട്ട് മാറുമെന്ന്. ആ എണ്ണയെ വ്യാപാരം ചെയ്ത ലഭിച്ച സമ്പത്ത് കൊണ്ട് കടം തീർത്ത് പിന്നെ ശേഷിച്ചതുകൊണ്ട് അവർ സുഖത്തോടെ ജീവിച്ചു എന്ന് ദൈവവചനം പറയുന്നത് പോലെ നമുക്ക് ദൈവം ഐഡിയാസ് തരും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് യേശുവിൻ്റെ മേൽ നിറച്ച പരിശുദ്ധാത്മാവും ശക്തി അഭിഷേകമൊക്കെ കർത്താവിന് ഐഡിയാസ് കൊടുത്തു, ജ്ഞാനം കൊടുത്തു. ഒരു വ്യക്തി സദൂക്യർ വന്ന് യേശുവിനെ മിണ്ടാതാക്കത്തക്ക വിധത്തിൽ സംസാരിച്ചപ്പോൾ തിരിച്ച് അവരെ മിണ്ടാതാക്കാൻ യേശുവിന് കഴിഞ്ഞു. ചില റബ്ബിമാർ വന്ന് യേശുവിനോട് വാഗ്വാദം ചെയ്തപ്പോൾ, ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പം, ഹേ മൂടാ, ഇങ്ങ് താ, നിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു നാണയം ഇങ്ങ് താന്ന് പറഞ്ഞു. കൈയിട്ട് കിട്ടിയ പൈസ എടുത്ത് യേശുവിൻ്റെ കൈ കൊടുത്തപ്പോൾ, ഇതെന്തുവാടാ? ഇത് നാണയം എത്രയാന്നുള്ളതാണ് എഴുതിയേക്കുന്നത്. ഇതെന്തുവാടാ? ഇത് കൈസറുടെ മുഖമാ. എന്നാ പിന്നെ കൈസർക്കുള്ളത് നീ കൈസർക്ക് കൊടുക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്ക്. പിടികിട്ടിയോ? പ്രൈസ് ദ ലോർഡ്. യേശു മിണ്ടാതാക്കിയത് കണ്ടോ? നമ്മളോടാണ് ഇങ്ങനെ ഒന്നൊരാൾ പറഞ്ഞ നമ്മൾ ബബ്ബ അടിക്കും. പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പം കൈസർക്ക് കരം കൊടുക്കണ്ട എന്നാ പുള്ളി പറഞ്ഞു വന്നത്. പക്ഷെ പോക്കറ്റിൽ കിടക്കുന്നത് കൈസറുടെ മുഖമുദ്ര, കൈസറുടെ ഫോട്ടോ പതിപ്പിച്ച നാണയം ആ പോക്കറ്റിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പേഴ്സിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് നോക്ക്, അത് ഗാന്ധിയുടെ തല കാണും. അതുപോലെ അന്ന് അവിടെ ഇരുന്നത് കൈസറുടെ തലയായിരുന്നു ആ കോവിലിൻ്റെ അകത്ത് ഇരുന്നത്. അപ്പൊ നീ കൈസർക്ക് കൊടുക്കാനുള്ളത് കൈസർക്ക് കൊടുക്ക്, ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്ക്, മനുഷ്യർക്ക് കൊടുക്കാനുള്ള മനുഷ്യർക്ക് കൊടുക്ക്. ചുരുക്കി പറഞ്ഞാൽ നിയമത്തിനകത്ത് വിട്ടുവീഴ്ച ഇല്ല എന്ന് സാരം. അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ ഭാഗമാണത്. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ ക്രൈറ്റീരിയ ആണത്. സോ നമ്മുടെ മൈൻഡ് സെറ്റ് അതിനെ ദൈവം റിന്യൂ ചെയ്യും. അതൊരു ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമാണ്. തീർന്നിട്ടില്ല കേട്ടോ, പക്ഷേ എൻ്റെ സമയം കഴിഞ്ഞു. ഡിവൈൻ ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമാണ്. ദൈവം തന്നെ അനുഗ്രഹിക്കും. നമ്മുടെ മൈൻഡ് സെറ്റിലൊരു മാറ്റം വരട്ടെ, നമ്മുടെ ക്യാരക്ടറിലൊരു മാറ്റം വരട്ടെ. സോ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ മുടക്കി വെച്ചിരിക്കുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളായിട്ട് റിലീസ് ചെയ്യുക. ദൈവം തന്നെ റിന്യൂ ചെയ്യും. ഈ പുസ്തകം അനുഗ്രഹിക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകം അനുഗ്രഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്തോണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഈ പുസ്തകത്തിനകത്തോണ്ട് ഒരു ദൈവത്തോട് മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഈ പുസ്തകത്തിനകത്തോണ്ട് ദൈവ നിയമത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം. സോ ആ നിലയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധിയും ജ്ഞാനവും കൃപയും വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റവും മാനവും പരിശുദ്ധാത്മാവ് നൽകാൻ പോകുകയാണ്. നിങ്ങളൊരു തീരുമാനമെടുക്കുക. ദൈവത്തോട് പറയുക, കർത്താവേ, ഇന്ന് നിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. വാഗൊണ്ട് പറയുക, നിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ എല്ലാ ബ്ലോക്കുകൾ, എല്ലാ ആത്മീയ ജീവിതത്തിൻ്റെ നേരെ നിൽക്കുന്ന, അനുഗ്രഹത്തിൻ്റെ നേരെ നിൽക്കുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ നേരെ നിൽക്കുന്ന എല്ലാ ബ്ലോക്കുകളും ഇപ്പോൾ മുതൽ തകർന്നു തുടങ്ങട്ടെ. ആ ശക്തിക്കകത്തൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയ്ക്കകത്തൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിലൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതേ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ. ആരോഗ്യത്തിൻ്റെ മേലുള്ള എല്ലാ പരിമിതികൾ തകരട്ടെ, അനുഗ്രഹത്തിൻ്റെ മേലുള്ള പരിമിതികൾ തകരട്ടെ, ബുദ്ധിയുടെ മേലുള്ള പരിമിതികൾ തകരട്ടെ, ചിന്തയുടെ മേലുള്ള പരിമിതികൾ തകരട്ടെ. പ്രാർത്ഥിക്കുന്ന സമയം ലഭിക്കുന്ന ദൈവാനുഭവത്തിൻ്റെ മേലുള്ള എല്ലാ ലിമിറ്റേഷൻസ് പൊളിയുന്നു, നിങ്ങളുടെ കഴിവിൻ്റെ മേലുള്ള ലിമിറ്റേഷൻസ് പൊളിയുന്നു. നിങ്ങൾക്കോട് ദൈവം
സംസാരിക്കുന്നതിനകത്തുള്ള ലിമിറ്റേഷൻസ് പൊളിയുന്നു. ദൈവ ശബ്ദം കേൾക്കുന്നതിലുള്ള ലിമിറ്റേഷൻസ് പൊളിയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ശൂന്യതകളും ഇപ്പോൾ നീങ്ങട്ടെ. എല്ലാ ശൂന്യതകൾ നീങ്ങട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകൾ, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എല്ലാ പ്രാർത്ഥനയുടെ അനുഭവത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ, ശുശ്രൂഷയിലെ ബുദ്ധിമുട്ടുകൾ, അവസരങ്ങൾ വരാത്ത പോലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തകർന്നു വീണ് വഴികൾ തുറന്നു വരട്ടെ. യൂട്യൂബിലുള്ളവർ പ്രാർത്ഥിച്ച് എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ച്, സൂമിലുള്ളവർ പ്രാർത്ഥിച്ച്, രണ്ടുപേർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ രണ്ട് സ്ട്രീമിലോ രണ്ട് ഗാലറിയിലുള്ളവർക്ക് വേണ്ടിയും രണ്ട് പ്ലാറ്റ്ഫോമിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. യേശുവിൻ നാമം ഞാൻ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് ഈ സൂമിലുള്ള ഓരോരുത്തർക്കായി, സൂമിലുള്ള ഓരോ ദൈവമക്കൾക്കായി, യൂട്യൂബിലുള്ള ഓരോ ദൈവമക്കൾക്ക് ഞാൻ ഇവരുടെ പേര് ഇങ്ങനെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ യൂട്യൂബിൽ ഇപ്പോൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ പേരുകൾ, ഈ യൂട്യൂബിൽ ഇപ്പോൾ വ്യൂവറായിട്ടിരിക്കുന്നവരുടെ പേരുകൾ, ഈ സൂമിൽ ഇരിക്കുന്ന ഓരോ ഗാലറിയിലുള്ളവരുടെ പേരുകൾ അങ്ങനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ തിരുമുമ്പിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ കേട്ടതുപോലെ ഒരു രൂപാന്തരം ഞങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ കർത്താവേ. ഞങ്ങളിൽ വരേണ്ട അപ്ഡേഷൻസ് ഉണ്ടാകട്ടെ, ഞങ്ങളിൽ വരേണ്ട മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, ഞങ്ങളുടെ സ്വഭാവത്തിൽ വരേണ്ട, ഞങ്ങളുടെ മൈൻഡ് സെറ്റിൽ വരേണ്ട, ചിന്തകളിൽ വരേണ്ട, അതേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരെ വരേണ്ട അപ്ഡേഷൻസ് ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. ഇന്ന് തന്നെ യേശുവിൻ നാമത്തിൽ ഇവർ കേട്ട ദൈവ ശബ്ദങ്ങൾ ജീവൻ വെച്ചു തുടങ്ങട്ടെ. ഇവർ കേട്ട ദൈവശബ്ദങ്ങൾ ജീവൻ വെച്ചു തുടങ്ങട്ടെ. ഇവർ കേട്ട വാഗ്ദത്തങ്ങൾ ജീവൻ വെച്ചു തുടങ്ങട്ടെ. ഇവരോട് ദൈവം അറിയിച്ച കാര്യങ്ങൾ ജീവൻ വെച്ചു തുടങ്ങട്ടെ. അത് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, 4 ദിക്കിൽ തടസ്സമായി നിൽക്കുന്ന ഈ എല്ലാ മതിലുകളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ പൊളിച്ച് റിലീസ് ചെയ്യുന്നു. ഒഴുക്കുകൾ, അനുഗ്രഹത്തിന്റെ ഒഴുക്കുകൾ റിലീസ് ചെയ്യുന്നു. പ്രാർത്ഥനയുടെ മറുപടികൾ റിലീസാക്കുന്നു. ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം. അതെ, ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ശരീരങ്ങളിൽ ആ ദൈവശക്തി അനുഭവിക്കുന്നത് ഒരു സൈനാണ്. ചിലരുടെ ശരീരങ്ങളിൽ ചൂട് പിടിക്കുന്നത് അതൊരു സൈനാണ്. ചിലരുടെ ആരാധനയിൽ ശക്തി വർദ്ധിക്കുന്നത് ഒരു സൈനാണ്. ഒരു ഡിവൈൻ ബ്ലെസ്സിംഗ് ഒഴുകുന്നു. ഒരു ഡിവൈൻ ബ്ലെസ്സിംഗ് അതിപ്പോൾ തന്നെ ഞാൻ ക്ലെയിം ചെയ്യുന്നു. ടൈപ്പ് ചെയ്യ. ഞാനത് ക്ലെയിം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ഞാനത് ക്ലെയിം ചെയ്യുന്നു. എന്റെ ബ്ലെസ്സിംഗ് ഞാൻ ക്ലെയിം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. അപ്പാ, ഞാൻ ഇവരെ ഓരോരുത്തരും അവിടുത്തെ കൈകളിലേക്ക് തരികയാണ്. ഇവരെ ഇന്ന് അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഇന്നത്തെ ഈ മെസ്സേജിലൂടെ പുതിയ വാതിലുകൾ, വഴികൾ, വരുമാനങ്ങൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഈ മീറ്റിംഗിൽ ആരൊക്കെ അറ്റൻഡ് ചെയ്തോ, ആമേൻ പറഞ്ഞോ, എല്ലാവർക്കും ഇത് തുറക്കപ്പെടട്ടെ. ആമേൻ. തുറക്കപ്പെടട്ടെ. അവസരങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.